വീട് വളരെ കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ കേസിൽ ഒന്നാം പ്രതി ഞാനാണല്ലോ. അർഷിയുടെ വരട്ടെ, നമുക്ക് കാണാന്നേ ആരെയാണ് ഞാൻ പേടിപ്പിക്കുന്നത്. നീ രാവിലോട്ട് ശശി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി തീർക്കണം. ഷാഫി എന്റെ ദേഹത്ത് തൊട്ടാ. അങ്ങനെ അധികാലത്ത് വീട് വളഞ്ഞ് വയോധികയായ അമ്മയുടെ മുന്നിലിട്ട് ബെഡ്റൂമിലേക്ക് കയറി കസ്റ്റഡിയിലെടുത്ത് നാട് ചുറ്റി AR ക്യാമ്പിൽ കൊണ്ടുപോയി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തുനിയുമ്പോഴൊക്കെ ഷട്ടിൽ പിടിച്ച് വണ്ടിക്കുള്ളിൽ തള്ളി 100,000 പോലീസ് അകമ്പടിയിൽ തുറുങ്കിലടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ട് ദേശദ്രോഹിയാണോ, രാജ്യവിരുദ്ധനാണോ, ലഷ്കർ ഇ തോയിബ ഭീകരനാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. രാജു പി നായർ, SK സജീഷ്, CR നീലകണ്ഠൻ, അഡ്വക്കേറ്റ് അസ്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ അതികളിലേക്ക് പോകുമ്പോൾ ഷഫീദ് റാവുത്തറിലേക്ക് പോകുന്നു. ഷഫീദ്, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നത് അടുത്തകാല സമീപകാല കേരള ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധം ഒരു രാഷ്ട്രീയ സമര കേസിലെ ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന അസാധാരണമായ കാഴ്ചകൾ, ഏറ്റവും ഒടുവിൽ കാണുന്ന കാഴ്ചകൾ വരെ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച എന്താണ്? എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ രാത്രിയിലെ പ്രതിഷേധം? ഷഫീദ്. അഷ്മി, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇന്ന് രാവിലെ 5 മണി മുതൽ അടൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ച പോലീസിന്റെ നാടകീയമായ നീക്കങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന് മുൻപിലേക്ക് അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ കാസർഗോഡും ആലുവയിലും തിരുവനന്തപുരത്തും ആ പ്രതിഷേധ ചൂട് നമ്മൾ കണ്ടു. നാളെ രാവിലെ 12 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വരുന്നുണ്ട്. ഇന്ന് നടന്ന അത്രയും അസാധാരണമായിട്ടുള്ള നാടകീയമായ സംഭവങ്ങളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യൂത്ത് കോൺഗ്രസ് പോലെ ഒരു സംഘടനയുടെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ, അവരുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ പേരിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹവുമായി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ബലം പ്രയോഗിക്കരുത്, എല്ലാത്തിനോടും ഞാൻ സഹകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. പിന്നാലെ നേരെ ഫോർട്ട് ആശുപത്രിയിലേക്ക്, ആശുപത്രിയിൽ നിന്ന് വഞ്ചിയൂർ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ 3 തവണ ജാമ്യാപേക്ഷയിന്മേൽ വാദം കേട്ട് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം കിംസ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന രേഖകളടക്കമുള്ള കാര്യങ്ങൾ ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായി അതിനെ എതിർത്തു. പ്രോസിക്യൂഷൻ ദൃശ്യങ്ങൾ. ഷഫീദാണ് വിവരങ്ങൾ, ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഞാൻ രാജുവിലേക്ക് ആദ്യം പോകുന്നു. രാജു പി നായർ, ചെറിയ കളിയല്ല. കേരളപ്പിറവിക്ക് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച്. അത് രാജ്യചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ പട്ടിക പോലെയുള്ള മാരകായുധങ്ങളുമായി പോലീസുകാരെ കൊന്നൊടുക്കി സെക്രട്ടേറിയറ്റ് ആക്രമിച്ച് പൊളിച്ചു കളയാനായിരുന്നു രാഹുലിന്റെയും സംഘത്തിന്റെയും നീക്കം എന്നൊക്കെ ചില കോൺസ്പിറസി തിയറികളുണ്ട്. അങ്ങനെ ഒരു മാരക കുറ്റവാളി പൊതുനിരത്തിലും കൊല്ലം കലോത്സവേദിയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ബാക്കി എല്ലാവരും കണ്ടെങ്കിലും പോലീസിന്റെ കണ്ണിൽ പെടാത്തവണ്ണം എന്തോ മായാജാലമോ ഒടിവിദ്യയോ കാണിച്ചൊരു മായാജാലക്കാരൻ ഒടുവിൽ സ്വന്തം അമ്മയുള്ള സ്വന്തം വീട്ടിൽ രാത്രി ഉറങ്ങുന്നുണ്ട് എന്നൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവൻ തൃണവൽക്കരിച്ച് രായ്ക്കുരാമാനം പോലീസ് സംഘം പോയി സാഹസികമായി പിടികൂടി തുറുങ്കിലടച്ചു. ഈ സമൂഹത്തെ ഒരു വിപത്തിൽ നിന്ന് കാത്തു. രാജു, ഈ പോലീസിനെ, അതിന് നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിനെ ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി ആദരിക്കണ്ടേ ഈ രാത്രി? രാജു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് രാത്രി ദീപം ചെയ്തുകൊണ്ട് കൊളുത്തിക്കൊണ്ട് ഈ പോലീസിന് കൊടുക്കണം, ആദരം കൊടുക്കണം. അങ്ങനെയായിരുന്നല്ലോ പിണറായി വിജയൻ പോകുന്ന സമയത്ത് ചില പഞ്ചായത്തുകളൊക്കെ ഉത്തരവിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു നാണക്കേടാണ് കേരളത്തിന് ഇതുവരെ ഇങ്ങോട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത്രമാത്രം ഭീരുവാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇങ്ങനെയാണോ പറഞ്ഞത് ഞാൻ വടിവാളിന്റെ ഇടയിൽ കൂടി വന്നതാണ്, തോക്കിന്റെ ഇടയിൽ കൂടി വന്നതാണെന്നൊക്കെ? ഇത്രമാത്രം ഭീരുവായ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ? 2000 ചില്ലാനം പേരുടെ അകമ്പടിയോടുകൂടി ഒന്ന് നവകേരള സദസ്സ് നടത്തിയിട്ട് 1.5 കോടി രൂപയുടെ കവചിത വാഹനത്തിനകത്ത് റബ്ബർ ഷൂ എറിഞ്ഞപ്പോ അവിടെ പെടഞ്ഞു വീണ് ചാവും എന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി ഭീരു. ഇത്ര ജനങ്ങളുടെ മുമ്പിൽ കോമാളിയായ ഒരു മുഖ്യമന്ത്രി.
വിമാനത്തിനകത്ത് നിന്ന് 2 മുദ്രാവാക്യം വിളിച്ചാൽ താൻ അവിടെ കുഴഞ്ഞു വീണ് ചത്തുപോകും എന്ന് വിചാരിക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപമാനമല്ലേ? കമ്മ്യൂണിസത്തിന് അപമാനമല്ലേ? സാധാരണ മനുഷ്യർക്ക് അപമാനമല്ലേ? ഈ എന്തൊരു ഇരട്ട നീതിയാണ് നടക്കുന്നത് നോക്കൂ. ഇത് ഗവർണർക്കെതിരെ ഈ കരിങ്കൊടി പ്രകടനം നടത്തിയല്ലോ. ഒരാളെ കസ്റ്റഡിയിലെടുത്തോ, കരുതൽ തടവിലെടുത്തോ ഒരാളെ. ഈ കേരളത്തിലെ ചാലക്കുടിയിൽ ഒരു പോലീസിന്റെ ജീപ്പിന്റെ മുകളിൽ കയറിയെന്ന് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു ഒരു നേതാവ്. അയാളെ അറസ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു? അയാളെ അറസ്റ്റ് ചെയ്ത പോലീസിനെ വഴിയിലിട്ട് വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞൊരു നേതാവ് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ആർഷോ എന്ന് പറയുന്നൊരു SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, 42 കേസിൽ പ്രതിയാ. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതതുപോലല്ല രാജു, ഇതതുപോലല്ല, ഇത് വലിയ കേസാണെന്ന്. ഇപ്പോ സർ കാലം മാറി ചരിത്രം മാറി എന്ന SFIയുടെ മുദ്രാവാക്യം പോലെ കാലം മാറി കരിങ്കൊടിയൊക്കെ ഭീകര സമര മാർഗങ്ങളും മുറകളുമായി മാറി. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചൊക്കെ ചരിത്രം ഇന്നേ വരെ കാണാത്തവണ്ണമുള്ള അതിഭീകര തീവ്രവാദ പ്രവർത്തനമായി മാറി. ആ തീവ്രവാദ പ്രവർത്തനം ഏർപ്പെട്ട ഒരു തീവ്രവാദി ഇങ്ങനെയല്ല എങ്ങനെ കൊണ്ടുവരണം രാജു? ഹാഷ്മി, അതാണ് അവസ്ഥ. കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ പോലും യുവജന സംഘടനകളെ അനുവദിക്കാത്ത അത്രയും കിരാതമായ ഒരു ഫാസിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് നടക്കുന്നത്. എന്റെ അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ നവകേരള സദസ്സിന് മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഞങ്ങളുടെ എല്ലാം ഫോൺ ടാപ്പ് ചെയ്ത് ഞങ്ങളുടെ എല്ലാം ലൊക്കേഷൻ കണ്ടുപിടിച്ച് കരുതൽ തടങ്കലെടുക്കുകയായിരുന്നു. അറിയോ? ഫോൺ ടാപ്പ് ചെയ്യുന്ന അവസ്ഥ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ ജനാധിപത്യ കേരളത്തിൽ സമാധാനപരമായി ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറഞ്ഞ് 2 മുദ്രാവാക്യം വിളിച്ച് ഒരു കരിങ്കൊടി വീശി കാണിക്കാൻ ശ്രമിക്കുന്നവരെ ഫോൺ ടാപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. എവിടെ എത്തി നിൽക്കുന്നു കേരളം? ഇത്രയും അപമാനമുള്ളൊരു നാട് ഇന്ന് വേറെ ഉണ്ടോ? UPയിലെ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ മാറുകയാണ്. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് കേസാ ഉള്ളത്? പിടികിട്ടും. ഇതിലും വലിയ കേസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, രാജ്യദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ യൂത്ത് കോൺഗ്രസിന്റെ കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഒരു മുൻകൂർ ജാമ്യത്തിന് പോയോ? ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകാതെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയിട്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് കഴിഞ്ഞതല്ലേ? ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞോ? ഒരൊറ്റ നടപടി എടുക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഇന്ന് ഒരു സമരം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ 5:30 മണിക്ക് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോക്കൂ, എവിടെയെല്ലാം പോലീസ് ഇയാളെ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു, വാഹനത്തിനകത്തേക്ക് തള്ളിക്കയറ്റുന്നു. അദ്ദേഹത്തെ മിണ്ടിക്കാതിരിക്കാൻ വേണ്ടി, മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഈ പോലീസ് കാണിക്കുന്ന കോപ്രായം കണ്ടു നോക്കൂ. കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. VD സതീശൻ ഉൾപ്പെടെ 1-ാം പ്രതിയാ. VD സുദേശനാണ് 1-ാം പ്രതി. ഒന്ന് ചെല്ല്, നിങ്ങളൊന്ന് അറസ്റ്റ് ചെയ്യാൻ ചെല്ല്. എന്താ 1-ാം പ്രതിയും 2-ാം പ്രതിയും 3-ാം പ്രതിയും ഒന്നും വേണ്ടേ? രാജു പി നായർ വെറുതെ വെല്ലുവിളിക്കല്ലേ? കേരള ചരിത്രത്തിൽ കാണാത്ത വിധം ഇപ്പൊ ഞാൻ പറയുന്നത് നേരത്തെ പോയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് സോളാർ കേസ് ഉണ്ടായി. നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ നെറ്റിയും നെഞ്ചും എറിഞ്ഞു തകർത്ത് വധശ്രമത്തിനടക്കം സംഭവം ഉണ്ടായപ്പോൾ പോലും അന്ന് ഈ DYFI നേതാക്കളെ SFI നേതാക്കളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല രാജു. ഇപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്തരത്തിൽ തെരുവിലൂടെ വലിച്ചിഴച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ ഷട്ടിൽ പിടിച്ച് വലിച്ച് വണ്ടിയിലേക്ക് തള്ളുന്നുവെങ്കിൽ വെറുതെ വെല്ലുവിളിക്കല്ലേ? നാളെ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് വലിച്ചു കയറും, വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വലിച്ചഴിച്ച് വണ്ടിയിലിടും. ഒരു തർക്കവും അക്കാര്യത്തില്ല രാജു. ഇത് ഇന്നാട്ടിൽ നടക്കാത്തതൊന്നും ആണെന്ന് വിചാരിക്കല്ലേ? അങ്ങനെ കരുതി വെല്ലുവിളിക്കല്ലേ? അവര് ചെയ്യട്ടെ, അതാ പറഞ്ഞ ചെയ്യട്ടെ. ധൈര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ. ഞങ്ങൾ അസാധാരണ കാലത്ത് അസാധാരണ പ്രതിരോധം ഉയർത്താൻ ഞങ്ങൾ തയ്യാറാണ്. കേരളത്തിൽ മുഴുവൻ ഞങ്ങൾ അസാധാരണ പ്രതിരോധം ഉയർത്തേണ്ടി വരും. ആ സാഹചര്യത്തിലെ പോകുന്നത് കേരളത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വിധി എഴുതിയിരിക്കുന്ന ഒരു നാട്ടിൽ ഇവരെ ഒന്നും ഞങ്ങൾ വിലവെക്കുന്നില്ല. ഇവരുടെയൊക്കെ മുന്നിൽ കൂടി ഞങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ധൈര്യമുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും വെല്ലുവിളിക്കുക, ധൈര്യമുണ്ടെങ്കിൽ മറ്റുള്ള നടപടികളിലേക്ക് ഒരു കിടക്കട്ടെ. ശരി, ഞാൻ എത്താം രാജു. എന്തൊരു തോന്നിയാസമാണ് രാവിലെ മുതൽ കാണുന്നത്. ശരി, ഞാൻ എത്താം രാജു. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവിനോട് പെരുമാറേണ്ടത്. ശരി, ഞാൻ എത്താം രാജു. SK സജീഷ്, സെക്രട്ടേറിയറ്റ് മാർച്ച് രാജ്യചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല. പോലീസിനെതിരായ കയ്യേറ്റം രാജ്യചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല. പോലീസിനെതിരായ കായിക പ്രയോഗം രാജ്യത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല. ഇവിടെ ടിയർ ഗ്യാസ് അടക്കം അല്ലെങ്കിൽ മറ്റേ പെട്രോൾ ബോംബ് അടക്കം എറിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ ചെയ്തവരാണ് സജീഷ്. അപ്പോൾ ഇന്ന് ഒരു താങ്കളെ പോലെ DYFI പോലെ അല്ലെങ്കിൽ SFI പോലെ അല്ലെങ്കിൽ യുവമോർച്ചയെ പോലെ കേരളത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ
രാവിലെ വീട് കയറി ഭീകരവാദിയെ പോലെ അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ഷട്ടിൽ പിടിച്ച് തള്ളി അകത്തിട്ട് ലാസ്റ്റ് തുറുങ്കിലേക്ക് അടയ്ക്കുന്ന പോലീസ് വീര്യം കാണുമ്പോൾ ഒരു പുതിയ CPM പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് വല്ലാത്തൊരു അഭിമാന ബോധം തോന്നുന്നുണ്ടോ ശ്രീ എസ് കെ സജീഷ്? അല്ല, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എനിക്ക് അഭിമാന ബോധമല്ല തോന്നുന്നത്. ഈ കാര്യങ്ങൾ താങ്കൾ ഉൾപ്പെടെ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങേയറ്റത്തെ പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്ത വിധം. കേരളത്തിൻ്റെ ചരിത്രം ഇന്നലെ തുടങ്ങിയതാണോ ഹാഷ്മി? കേരളത്തിൻ്റെ ചരിത്രം കുറേ നാളുകളായി തുടങ്ങിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ പലതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയൊക്കെ മറന്നു പോവുകയാണോ? ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ ഈ പറഞ്ഞ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പിന്നെ എവിടെ ഉണ്ടായിരിക്കും? എന്തായിരുന്നു ഈ കാലം? ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ MLA ആയിരിക്കുന്ന സമയത്തല്ലേ അടിയന്തരാവസ്ഥയുടെ കാലത്ത് അതിഭീകരമായി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടാവുമല്ലോ. ചോര കിനിഞ്ഞ, ചോരയിൽ നനഞ്ഞ അദ്ദേഹത്തിൻ്റെ വസ്ത്രവുമായി അദ്ദേഹം നിയമസഭയിൽ വന്നത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലായിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന ശ്രീ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ പിതാവ് 2 തവണ രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ ഉദ്യോഗസ്ഥനായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥൻ, കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ടില്ലേ ശ്രീ മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ P രാജീവ്, അദ്ദേഹത്തെ മുമ്പ് സമരകാലഘട്ടത്തിൽ ഉടുവസ്ത്രമാകെ അഴിച്ചെടുത്ത് പോലീസ് ഭീകരമായി മർദ്ദിച്ച് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടില്ലേ? അതുപോലെ തന്നെ നിരവധി, എണ്ണിയാൽ തീരില്ല. ഞാനതുകൊണ്ട് ചരിത്രം ഇന്നാണ് തുടങ്ങിയതെന്ന് കരുതുന്ന ചില ആളുകൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എത്ര കാര്യങ്ങളുണ്ട്. മുൻ MP ആയിരുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ ശ്രീ PK ബിജുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എങ്ങനെയാണ്? നിങ്ങൾക്ക് അന്ന് വർണ്ണിക്കാൻ വാക്കുകളില്ലായിരുന്നു. P ബിജുവിനെയും G മുരളീധരനെയും SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കയ്യാമം വെച്ചിട്ടാണ്. കയ്യാമം വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കരിങ്കൊടി കാണിച്ചാൽ എന്താണ് പ്രതിഷേധം, എന്താണ് നടപടി എന്ന ചോദ്യം. ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയാണ് ഹാഷ്മി ഇലക്ട്രിക് പാറ്റേൺ പ്രയോഗിച്ചത്? കേരളത്തിലല്ലേ ഇലക്ട്രിക് പാറ്റേൺ ഉണ്ടോ ഇപ്പം? അല്ല, അപ്പൊ അധികാരപ്രമത്തയുടെ ചരിത്രം അങ്ങ് വിവരിക്കുകയാണ്. അവർ അധികാരപ്രമത്തതയിൽ CPM പറയുന്നത് പോലെ പോലീസിനെ മർദ്ദക സംവിധാനമാക്കിയെങ്കിൽ പിണറായി മർദ്ദക സംവിധാനമാക്കും. അങ്ങനെയാണോ സജീഷ്? അറിയാത്തതുകൊണ്ട് ചരിത്രം ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല, പ്രമത്തതയിൽ അന്നങ്ങനെ ചെയ്തെങ്കിൽ ഇന്ന് നിങ്ങളും അങ്ങനെ പ്രമത്തതയിൽ ചെയ്യും അല്ലേ? വാചകം കൃത്യമാണ്. കേരളത്തിന്റെ അങ്ങനെ ചെയ്തിട്ടില്ല. ഹാഷ്മി ആദ്യം സംയമനം പാലിക്കണം. ചർച്ചയിൽ സംയമനം പാലിച്ച് മറ്റവർക്ക് കൊടുക്കുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അതാണല്ലോ അപ്പുറത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പുറത്ത് കോൺഗ്രസിന്റെ നേതാവ് ചർച്ച ചെയ്യുമ്പോൾ ബൂസ്റ്റ് കൊടുക്കുക, ഉന്മേഷം കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള വാചകം അതിനിടയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ തടസ്സപ്പെടുത്തുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഞാൻ ഒറ്റ കാര്യം, ഹാഷ്മി എന്നെ 2 മിനിറ്റ് നിർത്താതെ സംസാരിക്കാൻ വേണ്ടി അനുവദിക്കുമോ? അതിനുള്ള ചങ്കൂറ്റം പല മാധ്യമ പ്രവർത്തകർക്കും ഇല്ല. അതാ പ്രശ്നം. ഞാനൊരു കാര്യം പറയാം ഹാഷ്മി കേട്ടോ, നിങ്ങൾ ഈ മനോഹരമായ ഇൻട്രോവും ഇതിനിടയിൽ ഇടപെടലും നടത്തിയാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും CPM-ഉം പുരോഗമന പ്രസ്ഥാനങ്ങളും ഇല്ലാതായി പോകുമെന്നാണ് കരുതിയത്. ഒരു കാര്യം ഹാഷ്മി മനസ്സിലായിക്കോ, 1937 4 പേർ കോഴിക്കോട് പാളയം അങ്ങാടിക്ക് മുകളിൽ ഒരു തട്ടും പുറത്ത് അരണ്ട വെളിച്ചത്തിലുണ്ടാക്കിയ പാർട്ടി, ആ പാർട്ടി 2 പതിറ്റാണ്ട് 20 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി. ആ 4 പേരിൽ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ EMS ആയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രമാണ്. അന്നും കേരളത്തിൽ മാധ്യമങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ. പിന്നീട് 9 തവണ ഈ 76 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ ആകെ എതിർത്തിട്ടുണ്ട്. ആ എതിർക്കും തോറും കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും അതുകൊണ്ട് നിങ്ങളുടെ ഇടപെടൽ തടസ്സപ്പെടുത്തൽ ഇതൊന്നും മറ്റുള്ളവർക്ക് പരീക്ഷയ്ക്ക് വെക്കുമ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നടത്തിയ പ്രതിഷേധത്തിന് ഒരു ഭീകരവാദിയെ കൊണ്ടുപോകും പോലെ കൊണ്ടുപോകാൻ തക്ക പാകത്തിലുള്ള മാരകപാതകം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എസ് കെ സജീഷ് വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്. അല്ല, അങ്ങ് പഠിച്ചു വന്നത് പറഞ്ഞു കഴിഞ്ഞുവല്ലോ. ഒരു വിഷയത്തിലേക്ക് വാ ദയവ് ചെയ്ത് പ്ലീസ്. അല്ല, പഠിച്ചു വരുന്നതും പ്രോംപ്റ്ററിൽ നോക്കി വായിക്കുന്നതൊക്കെ ആരാണെന്ന് ഹാഷ്മിക്ക് നന്നായിട്ട് അറിയാലോ. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. എൻ്റെ മുന്നിൽ നിങ്ങളുടെ ക്യാമറയേ ഉള്ളൂ. എൻ്റെ മുന്നിൽ പ്രോംപ്റ്ററൊന്നുമില്ല. എൻ്റെ മുന്നിൽ എനിക്ക് ഓർമ്മയുള്ള താങ്കൾ ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇയർഫോൺ ഇല്ല, VCR നിർദ്ദേശം നൽകാൻ വേറെ സംവിധാനങ്ങളില്ല. താങ്കൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം കളയാതെ ദയവ് ചെയ്ത് വിഷയത്തിലേക്ക് അങ്ങ് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രീ സജീഷ്.
അഭ്യർത്ഥിക്കാനല്ലേ കഴിയൂ. കാര്യം പറയുന്നത് അഭ്യർത്ഥിക്കാനല്ലേ കഴിയൂ. പേടിക്കണം, അഭ്യർത്ഥിക്കാനല്ലേ പേടിക്കണം. നാളെ രാവിലെ ഈ പോലീസ് സംഘം വീട് വളയിലെന്ന് ആര് കണ്ടു, ഇത്തരത്തിൽ കൊണ്ടുപോകില്ലെന്ന് ആര് കണ്ടു, എന്തെങ്കിലും ഒരു തുറുങ്കിലടക്കലെന്ന് ആര് കണ്ടു. അതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് കെ സജീഷ്, അങ്ങ് ദയവ് ചെയ്ത് ഈ ചർച്ചയുടെ വിഷയത്തിൽ ഒതുങ്ങി സംസാരിക്കണമെന്ന് ഞാൻ വിനയാന്വിതനെ അഭ്യർത്ഥിക്കുകയാണ്. ആഷ്മി, ഒരു കാര്യം, താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടാണ് പലതും പറയേണ്ടി വരുന്നത്. രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന യൂത്ത് അങ്ങനെ രാഹുൽ എന്ന് പറയുന്ന അത് അവർ തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. വ്യാജ പ്രസിഡന്റ് എന്ന് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. 2 ലക്ഷം ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് പ്രസിഡന്റ് ആയത്. അതവിടെ നിൽക്കട്ടെ, അതിവിടെ വിഷയമല്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം അറസ്റ്റ് ചെയ്ത് സെക്രട്ടറിയുടെ മുന്നിൽ സമരം നടത്തിയതിൻ്റെ ഭാഗമായി ആ സമരത്തിൽ പോലീസുകാരെ ആക്രമിച്ചു. വനിതാ പോലീസ് സഞ്ചരിക്കുന്ന പിങ്ക് പോലീസ് വാഹനം അടിച്ചു തകർത്തു. അതിനകത്തുള്ള പ്രതികളെ മോചിപ്പിച്ചു. അതുപോലെ തന്നെ നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റി. ഇത്തരം സന്ദർഭത്തിലാണ് നിയമവിധേയമല്ലാത്ത ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. നിയമപരമായ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. പിന്നെ അത്ഭുതത്തോടുകൂടി നിങ്ങളെല്ലാവരും അവതരിപ്പിക്കുന്ന കാര്യം, വീട് കയറുന്നു, പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു. അവർക്ക് നാടകം ആവശ്യമുണ്ട്, അതുകൊണ്ട് ആളില്ലാത്ത സമയത്ത് അറസ്റ്റ് ചെയ്യുന്നു. ഏത് വീടാണ് ഈ കേരളത്തിൽ കയറാതിരുന്നത്? നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണ്, ഇത്രമാത്രം ഭീരുവാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊക്കെ. അല്ല, അപ്പോൾ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ എന്താണ് വിശേഷിപ്പിക്കുക? എനിക്ക് മനസ്സിലായിട്ടില്ല. കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീട് വളഞ്ഞതുപോലെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് എത്ര അറസ്റ്റ് നടന്നിട്ടുണ്ട്, എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ അന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് താങ്കൾ തടസ്സപ്പെടുത്തിയാണല്ലോ. ഇലക്ട്രിക് ബാറ്റൺ പ്രയോഗിച്ചു, വിദ്യാർത്ഥികളുടെ ഗുഹ്യഭാഗത്താണ്. ഇന്ത്യയിലെ മാത്രമല്ല അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിലൊരു ക്രൂരത ലോകത്തിൻ്റെ ഏത് കോണിലും നടന്നിട്ടില്ല എന്ന്. അതുപോലെ തന്നെ സമരങ്ങളെ എങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, UDFൻ്റെ കാലത്ത് നേരിട്ടത്? വരുമ്പോൾ ആദ്യം സമാധാനപരമായി നിന്നാണോ പോലീസ്? സമരം എത്തുന്നതിൻ്റെ എത്രയോ മീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഗ്രനേഡുകൾ കൊണ്ടാണ് സ്വീകരിക്കാറുള്ളത്. ആ ഗ്രനേഡ് പറ്റി പരിക്ക് പറ്റി എത്ര പെൺകുട്ടികളുണ്ട് ഈ കേരളത്തിൽ? പൊതുമുതൽ നശിപ്പിച്ചതാണ് കുറ്റമാണ്. സംസ്ഥാനത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കപ്പെടാൻ പാടില്ല. കെ സജീഷ്, അങ്ങ് ഒരുപാട് ചരിത്രമല്ലോ. അങ്ങയുടെ ഓർമ്മയിലേക്കായി സംസ്ഥാന നിയമസഭയെ നാണം കെടുത്തി ആഭാസ സമരം നടത്തിയവരാണ് നിങ്ങൾ. അന്ന് സ്പീക്കറുടെ കസേരയെടുത്ത് മറിച്ചിട്ട് EP ജയരാജൻ ഇന്ന് വേദമോതുകയാണ്. ആ കേസ് പിൻവലിക്കാൻ സുപ്രീം കോടതി വരെ പോയി നാണം കെട്ടു. പൊതുമുതൽ നശിപ്പിക്കലിനെ പറ്റി അങ്ങ് വാചാലമാകും. ഇനി പൊതുമുതൽ നശിപ്പിക്കലാണെങ്കിൽ 2011 ജൂൺ 29 SFI മാർച്ചാണ്. പോലീസിന് നേരെ കരിങ്കൽ ചീളും സ്ഫോടക വസ്തുക്കളും, പോലീസുകാർക്ക് ഗുരുതരമായ പരിക്കാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ടാറ്റ സുമോ തകർത്ത കേസാണ്. കേസ് പിൻവലിക്കാൻ സർക്കാർ അപ്പീൽ നൽകിയത് 2022 താങ്കളാണ് ചർച്ച വഴിതെറ്റിക്കുന്നത് സജീഷ്. താങ്കൾ അവതാരകൻ എന്നുള്ളതൊക്കെ ശരി തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, താങ്കൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന വർത്തമാനം പറയരുത്. ഒരു കാര്യം പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അതിക്രമണവും മറ്റു കാര്യങ്ങളും പറയുന്നു. അതിന്റെ ഇടയിൽ താങ്കൾ ഇപ്പോൾ കേസ് പിൻവലിക്കാൻ പോയതിന്റെ ഒക്കെ കാര്യം എടുത്തിരുന്നത് എന്തിന്റെ ആവശ്യം? താങ്കൾ പൊതുമുതൽ നശിപ്പിക്കലിനെ കുറിച്ച് ആശങ്കാകുലനായതുകൊണ്ട് പറഞ്ഞതാണ് സജീഷ്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ താങ്കൾ പൊതുമുതൽ നശിപ്പിക്കലിനെ കുറിച്ച് വല്ലാതെ ആശങ്കാകുലനായതുകൊണ്ട് പറഞ്ഞതാണ്. സ്വാശ്രയ സമരകാലത്ത് കത്തിയ കാറുകളുടെ എണ്ണം എത്രയെന്നറിയോ സജീഷേ? താങ്കൾ പൊതുമുതൽ നശിപ്പിക്കലിനെ കുറിച്ച് വല്ലാതെ വേപത് പൂണ്ടപ്പോൾ പറഞ്ഞതാണ്. ഒരു കാര്യം, ആ പൊതുമുതൽ നശിപ്പിക്കലിനെ പറ്റി പിന്നെ എന്താണ് എന്താണ് അതിൽ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞതല്ല. ഞാൻ പറയട്ടെ ആഷ്മി, എന്തിനാണ് ഈ ചർച്ച എന്നുള്ളതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഒരു കൂട്ടരെ പറയാൻ അനുവദിക്കാതിരിക്കുകയും മറ്റൊരു കൂട്ടർക്ക് ആവോളം സമയം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കലാപരിപാടിയാണോ? ആ കലാപരിപാടിക്ക് ഞങ്ങളെ വിളിച്ചിരുത്തുകയാണോ? ഞങ്ങൾ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ വലിയൊരു സമൂഹം മുന്നിലിരിക്കുന്നുണ്ട്. ആ സമൂഹം കേൾക്കട്ടെ ഞങ്ങളുടെ വേർഷൻ തെറ്റാണെങ്കിൽ അവർ വിലയിരുത്തട്ടെ. ഞങ്ങൾ കൊള്ളാത്തവരാണെന്ന് പറയട്ടെ. നിങ്ങളെന്തിനാണ് വല്ലാതെ പ്രയാസപ്പെടുന്നത്? ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളെല്ലാവരും കൂടിയിട്ട് അത് നടക്കുന്നില്ല. ഞങ്ങൾ പറയുന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ വാചകങ്ങളെ തടസ്സപ്പെടുത്തിയാൽ അത് പൂർത്തീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന്. ഈ കേൾക്കുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുമ്പോൾ ഞങ്ങൾ സന്തോഷം. ഞാൻ പറഞ്ഞു വന്നത് താങ്കൾ എന്നെ പറയുന്നത് തടസ്സപ്പെടുത്തിയെന്ന് പറയും. താങ്കൾ എന്നെ പറയാൻ അനുവദിച്ചില്ല. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനേ താങ്കൾ അനുവദിച്ചില്ല. അത്ഭുതമായി ഇതുവരെ 7.5 വർഷക്കാലം കേരളത്തിൽ LDF ഗവൺമെന്റ് ഭരിച്ചിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് ആദ്യമായ ഒരു കേസിനകത്ത്
റിമാൻഡിലാകുന്നു, അത്ഭുതപ്പെട്ടിരിക്കുന്നു. അതാണ് യൂത്ത് കോൺഗ്രസ്. ലാത്തി കണ്ടാലും ജയിലറ കണ്ടാലും വരക്കുന്നവർ. സമരത്തിന് പോകുമ്പോൾ സമരത്തിനൊരു മുദ്രാവാക്യം ഉണ്ടാകും. ആ മുദ്രാവാക്യം സമൂഹത്തിന് വേണ്ടിയായിരിക്കണം. ആ സമൂഹത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകും. ആ ത്യാഗമൊന്നും ഇവർ സഹിക്കാൻ വേണ്ടി തയ്യാറാകാത്തത് ഇവർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന നാടകങ്ങളും തട്ടിപ്പുമാണ് ഈ സമരങ്ങൾ എന്നുള്ളതുകൊണ്ടാണ്. പണ്ട് UDF കൊടും ഏറ്റവും ഭീകരമായ രീതിയിലുള്ള ആക്രമിച്ച ഏറ്റവും ഭീകരമായ അവസ്ഥ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പെൺകുട്ടി പറയാൻ താങ്കൾ അനുവദിച്ചിട്ടില്ലല്ലോ. പറയുന്ന വാചകങ്ങൾ താങ്കൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയല്ലേ? താങ്കൾക്ക് എന്താണ് ലക്ഷ്യം? താങ്കൾ ചർച്ച ആവർത്തിക്കുകയല്ല, പറഞ്ഞത് ആവർത്തിക്കല്ല. ഞാൻ എനിക്ക് ആ വാചകം പൂർത്തീകരിക്കേണ്ടിയിരുന്നു. ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വാചകം പൂർത്തീകരിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇവിടെ കച്ചസിലും പോയി പരീക്ഷ എഴുതി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടികളുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ഇത്രയും ക്രൂരതയുടെ കാലമൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതാണ് ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസിന്റെയും ഭരണം. അനുമതി പറയുന്നുണ്ടെങ്കിൽ ചരിത്രം ആദ്യം പഠിച്ചിട്ട് വരണം, അത്രേ പറയാനുള്ളൂ. ഇവർക്കിത് പറയാനുള്ള ഒരവകാശവും ഇല്ല. ആ അവകാശമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. പറയാൻ അവസരം ഉണ്ടാക്കി കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു സമരത്തിൽ ഒരു പ്രതികരണം ഒന്ന് കേൾക്കണം. SFIയുടെ കൊടിതോരണം കാണുമ്പോ, SFIയുടെ ഫ്ലക്സ് കാണുമ്പോ, SFIയുടെ പതാക കാണുമ്പോ ഒരു ജാതിരി കുരിശ് കാണുന്ന പ്രേതത്തെ പോലെ ഈ തെണ്ടി കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയില് തൊടല് പൊട്ടിച്ച വേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പട്ടിയോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. അതിന് ഞങ്ങൾക്ക് ആരുടെയും അകമ്പടി വേണ്ട. CR നീലകണ്ഠൻ, അത് ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ SFI ജയിക്കുന്നു. പോലീസിന്റെ മുന്നിൽ കൂടി പ്രകോപനം ഉണ്ടാക്കാൻ ഹെൽമറ്റ് ഇല്ലാതെ ഒന്നല്ല പലയാവർത്തി ബൈക്ക് ഇരപ്പിക്കുന്നു SFI പ്രവർത്തകർ. ഹെൽമറ്റ് ഇല്ലാത്തതിന് പോലീസ് അവിടെ ഫൈൻ അടിക്കുന്നു. CR നീലകണ്ഠൻ കിടന്ന പോലീസ് ജീപ്പിൽ കയറി അടിച്ചു പൊളിച്ച് ബീക്കൺ ലൈറ്റും വലിച്ചെറിഞ്ഞ് ഗുണ്ടാവാഴ്ച പിന്നെ നമ്മൾ കണ്ടു ദൃശ്യങ്ങൾ ഇതാ പ്രേക്ഷകർ കാണുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത നിതിൻ പുല്ലനെ CPM ഏരിയ നേതാക്കളെത്തി മോചിപ്പിച്ച് ഓട്ടോയിൽ കയറ്റി വിടുന്നു. അന്ന് രാത്രി മൊത്തം പോലീസ് തിരഞ്ഞ പുല്ലനുള്ള ഹോസ്റ്റലിൽ പോയപ്പോൾ DYSP CPM നേതാക്കൾ വക മർദ്ദനം. ഒടുവിൽ DYSP ഓഫീസിൽ CPM ഏരിയ കമ്മിറ്റി നേതാക്കൾ പോലീസുമായി ചർച്ച, ധാരണയാവുന്നു. ഘട്ടം ഘട്ടമായി പ്രതികളെ കൊടുക്കാം എന്നാണ് ധാരണ. ഇപ്പോൾ ഗഡുക്കളായി ആ പ്രതികളെ കൊടുക്കുകയാണ്. പോലീസിന് പൂർണ്ണ തൃപ്തി അക്കാര്യത്തിലുണ്ട്. ഈ പുല്ലനെ നിതിൻ പുല്ലനെ മോചിപ്പിച്ച ഏരിയ നേതാവ് ഇപ്പോഴും അറസ്റ്റിലുമല്ല, ഒന്നുമല്ല കേട്ടോ. CR നീലകണ്ഠൻ, അപ്പോൾ രണ്ടു നീതി വളരെ പ്രകടമായി സംസ്ഥാനത്ത് അരങ്ങേറുന്നു എന്നുള്ളത് ഒരു ബ്ലഡ് ചില്ലിംഗ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ടോ താങ്കൾക്ക് CR? CRലേക്ക് ഞാൻ എത്താമെന്ന് ഓഡിയോ പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് ഹസ്കർ, ഇപ്പോൾ സ്തുതിപ്പാട്ടുകളുടെ കാലമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നരസിംഹത്തിലാണെന്ന് തോന്നുന്നു. അരണിയിൽ നിന്നും ജ്വാല കണക്കെ, ജലതിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ, ഭ്രമണപഥത്തിൽ കത്തിപ്പടരുന്നേ, ധ്യാനം ധേയം നരസിംഹം ഫോർമാറ്റിൽ സ്തുതിപ്പാട്ടുകളുടെ കാലമാണ്. മാത്രമല്ല EP ജയരാജൻ പറയുന്നുണ്ട് എന്താണ് അതിന് കുഴപ്പം എന്ന് ചോദിക്കണം. അപ്പോൾ പാർട്ടിയുടെ അറിവോടുകൂടി, പാർട്ടിയുടെ അംഗീകാരത്തോടു കൂടി ആ സ്തുതികൾ മുഴങ്ങുകയാണ്. സ്തുതികൾ മുഴക്കാത്തവരെ, വിയോജിപ്പിന്റെ ശബ്ദമുയർത്തുന്നവരെ, സമരമായി രംഗത്തിറങ്ങുന്നവരുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തന അറസ്റ്റ് കേരള ചരിത്രത്തിൽ ആദ്യമല്ലെങ്കിലും ഇത്തരത്തിൽ അമ്മയുടെ മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ വലിച്ചിഴച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ നിന്ദ്യമായ രീതിയിൽ ഒരു ഭീകരനെ പോലെ ട്രീറ്റ് ചെയ്യും എന്ന കൃത്യമായ സൂചനയല്ലേ, കൃത്യമായ വഴിത്തിരിവല്ലേ ഇന്ന് കേരളം കണ്ടത് ഹസ്കർ? ഈ കേസിന്റെ നാൾവഴികളും അങ്ങ് പരിശോധിക്കും. സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന അന്നത്തെ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടില്ലെന്നാണോ? ദൃശ്യങ്ങളുണ്ടെന്നേ. ഞാൻ അങ്ങയിലേക്ക് വന്നതാണ്, മതിയായ സമയം നൽകിയതാണ്. ചോദ്യം അങ്ങയോട് ഹസ്കറിനോടാണ്, അങ്ങ് അസഹിഷ്ണുമാവല്ലേ? ചോദ്യം സജീഷിനോടല്ല, ഹസ്കറിനോടാണ്. ഹസ്കറിന് മറുപടി പറയാൻ അറിയാം. സജീഷിലേക്ക് ഞാൻ എത്താം. ചോദ്യം ഹസ്കറിനോടാണ്. അങ്ങ് അസഹിഷ്ണുവാവല്ലേ? സജീഷേ, അങ്ങ് ദയവേത് അസഹിഷ്ണുത കാണിക്കല്ലേ? അങ്ങ് അല്പസമയം സഹിഷ്ണുവായിരിക്കൂ. താങ്കൾക്ക് മതിയായ സമയം സംസാരിക്കാൻ നൽകാം. താങ്കൾ ദയവേത് അല്പസമയം അസഹിഷ്ണുത കാണിക്കാതെ സഹിഷ്ണുത കാണിച്ചിരിക്കൂ. ശ്രീ SK സജീഷ് വിനയാന്വിതനായി പറയുകയാണ്, അല്പസമയം
അല്പസമയം സഹിഷ്ണുത കാണിച്ചിരിക്കൂ. അല്പസമയം സഹിഷ്ണുത കാണിച്ചിരിക്കൂ. എന്താണ് പറഞ്ഞ കളവ്? കളവ് പറയുന്ന അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. എന്താണ് പറഞ്ഞ കളവ് പറയുന്നതോ? അമ്മയുടെ മുന്നിലിട്ട് വലിച്ചടച്ച് അതിഭീകരമായ അമ്മയുടെ മുന്നിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അമ്മയുടെ മുന്നിട്ട് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അമ്മയുടെ വീട്ടിൽ നിന്ന് മുന്നിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അമ്മയുടെ മുന്നിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഇന്നലെ കൊല്ലം കലോത്സവത്തിനുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലെ കൊല്ലം കലോത്സവത്തിനുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരത്തെ സമരഭവങ്ങളിലൊക്കെ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ഒന്ന് അറസ്റ്റ് ചെയ്യാതെ അമ്മയുടെ മുന്നിട്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സന്ദേശമാണ്. നാടകം നടത്തിയ പോലീസാണ്. ഒരു സന്ദേശവും നാടകം നടത്തിയത് പോലീസാണ്. നാടകം നടത്തിയത് പോലീസാണ്. ശരി ശരി എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. അങ്ങ് അടങ്ങണം. അങ്ങ് ദേവി അല്പസമയം വഴങ്ങണം. എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. താങ്കൾ അല്പസമയം സഹിഷ്ണുവായിരിക്കണം സജീഷ്. അങ്ങേക്ക് പൊള്ളലുണ്ടാകും സജീഷ്. നിങ്ങളുടെ പോലീസ് പറയുന്നത് ചെയ്യുമ്പോൾ പൊള്ളലുണ്ടാകും. നിങ്ങളുടെ പോലീസ് കേന്ദ്ര സർക്കാർ നടത്തുന്ന സംഘപരിവാറിലെ പോലീസ് കണക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പരിവാർ ആകുമ്പോൾ അത് കേൾക്കുമ്പോൾ പൊള്ളലുണ്ടാകും. കാര്യം താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണത്. ശരി 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 ഞാൻ അങ്ങനെയൊക്കെ എത്താൻ ചോദ്യം ഹസ്കറിനോടാണ്. എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. താങ്കളിലേക്ക് വരാൻ ഞാൻ സജീഷ് താങ്കളിലേക്ക് വരാൻ ഞാൻ. താങ്കൾ ഇത്ര അസഹിഷ്ണുവാവല്ലേ, ഇൻടോളറന്റ് ആവല്ലേ സജീഷേ, ഇൻടോളറന്റ് ആവല്ലേ സജീഷേ, ഇൻടോളറന്റ് ആവല്ലേ സജീഷേ, ഇൻടോളറന്റ് ആവല്ലേ സജീഷേ. അല്പസമയം ക്ഷമയോടുകൂടി കാത്തിരിക്ക്. താങ്കളിലേക്ക് തന്നെ വരാം. ഒരു മിനിറ്റ് ശരി ഒറ്റ മിനിറ്റ്. സിയാന് കേൾക്കാവോ? സിയാന് കേൾക്കാവോ? സിയാന് കേൾക്കാവോ? സിയാർ ഇന്ന് രാവിലെ മുതൽ അല്ല സജീഷ് മാത്രം പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പറയൂ. അദ്ദേഹത്തിന് പറയേണ്ടത് പറഞ്ഞു തീർക്കട്ടെ. അദ്ദേഹം പറയും ഞങ്ങൾക്ക് രണ്ട്. സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. സജീഷ് എത്ര കൂടുതൽ പറയുന്നു അത്രയും അവർക്ക് ദോഷമായി വരും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കുന്നത് സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഞാൻ വസ്തുതാപരമായി കേരളത്തിൽ ഇന്ന് ആദ്യമായി അല്ല ഞാൻ പറയട്ടെ. അല്ല നിങ്ങൾ പറയണ്ട. നിങ്ങൾ മാത്രം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇടപെടുന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ അല്ല നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കൂ. നിങ്ങൾ 45 മിനിറ്റ് 50 മിനിറ്റോ പറയുമൊന്നുമില്ല. പക്ഷെ ഈ ചർച്ചയുടെ എന്താണെന്ന് നമുക്കറിയാം. ആള് കേൾക്കുന്നുണ്ടല്ലോ. താങ്കൾ ഇങ്ങനെ അസഹിഷ്ണുമായി നമ്മുടെ ചർച്ചയെ അലമ്പാക്കല്ലേ സജീഷ് പ്ലീസ്. ഈ ചർച്ച ഇങ്ങനെ നിരന്തരം ഇടപെട്ട് അലമ്പാക്കിക്കളല്ലേ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്കളോട്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്കളോട്. താങ്കളുടെ സമയത്ത് പറ. താങ്കളുടെ സമയത്ത് പറ. അതല്ലേ ജനാധിപത്യം. താങ്കളുടെ സമയത്ത് പറ. അതല്ലേ ജനാധിപത്യം. താങ്കൾക്ക് മതിയായ സമയം ആദ്യഘട്ടം തരുന്നുണ്ടല്ലോ സജീഷ്. സംഭവമാണ്. താങ്കൾ സജീഷ് ഒരു പൊടിക്ക് നടങ്ങ് പ്ലീസ്. ഒരു പൊടിക്ക് താങ്കളുടെ സമയത്ത് താങ്കൾ പറ. ഇവിടെ ബാക്കി ചർച്ചയിൽ ബാക്കി 3 പേരുണ്ട്. അവർക്ക് താങ്കൾക്ക് മതിയായ സമയം ഞാൻ തരുന്നുണ്ട് സജീഷ്. 25 ഇപ്പോ താങ്കൾ വെറുതെ ഇടപെട്ട് ശരി അതല്ല ഒന്നും കേരളം കേൾക്കരുത്. താങ്കൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ചർച്ച അലമ്പാക്കാൻ അജണ്ടയെങ്കിൽ അതങ്ങ് പറ സജീഷ്. താങ്കൾ വെറുതെ അവിടെ നിന്ന് ഇപ്പോ മൈക്ക് മ്യൂട്ടാക്കാത്ത ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. മൈക്ക് മ്യൂട്ടാക്കാത്ത ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് മൈക്ക് മ്യൂട്ടാക്കരുത്. താങ്കൾ ഈ 9 മണി വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാൻ മൈക്ക് മ്യൂട്ടാക്കില്ല. ഇവിടെ ജനാധിപത്യം ഉണ്ട് സജീഷേ. ഇല്ല ഞാൻ ചെയ്യില്ല. അത് ഞാൻ ചെയ്യില്ല. ഇവിടെ ജനാധിപത്യം ഉണ്ട്. നിങ്ങളുടെ സർക്കാരിനെ പോലെയല്ല. നിങ്ങളുടെ സർക്കാരിനെ പോലെയല്ല. ഇവിടെ ജനാധിപത്യം ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൈക്ക് മ്യൂട്ടാക്കില്ല. ഞാൻ മൈക്ക് മ്യൂട്ടാക്കില്ല. ഇവിടെ പ്രതിപക്ഷ ബഹുമാനം ഉണ്ട്. അല്ലാതെ പ്രതിപക്ഷത്തെ വേട്ടയാടലില്ല സജീഷ്. അതുകൊണ്ട് മൈക്ക് മ്യൂട്ടാക്കില്ല. ക്യാമറ ഓഫ് ആക്കില്ല. പേടിക്കല്ലേ. ഒന്നും ഉണ്ടാവില്ല. ശരി ഓക്കെ ഡൺ. സിയാർ ഇന്ന് രാവിലെ 5 മുതൽ കാണുന്ന രാവിലെ 7 മണി മുതൽ കാണുന്ന കാഴ്ച ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൈക്ക് വെക്കുമ്പോൾ ഒരു പോലീസുകാരൻ ചട്ടിൽ തൂക്കിയെടുത്ത് അകത്തിടുകയാണ്. ഒരു പോലീസുകാരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ കോടതിയിൽ പിടിച്ച് അകത്തേക്ക് തള്ളുകയാണ്. സിയാർ കേരളം പോകുന്നത് എങ്ങോട്ടാണ്? സിയാർ കേരളം പോകുന്നത് എങ്ങോട്ടാണ്? സിയാർ അല്ല സഖാവ് സജീഷ് അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. കാരണം അദ്ദേഹം 50 മിനിറ്റ് സംസാരിക്കുമെന്ന് തോന്നുന്നു. നമ്മൾ 4 പേരുള്ളത് കൊണ്ട് ഇപ്പോൾ അക്സറടക്കം ഒരാൾക്കൊരു അതിൻ്റെ ഒരു വീതം കിട്ടുകയാണ് അതിൻ്റെ ഭംഗി. അവിടെയാണ് ജോർജ് ഓർവെൽ പറഞ്ഞത് ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ.
ജോർജ് ഓർവെൽ അന്നത്തെ സോവിയറ്റ് കാലത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ചും പറഞ്ഞൊരു കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നീതിയുടെ കാര്യത്തിലാണെങ്കിലും നിയമപാലനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ, അദ്ദേഹം ഇപ്പോൾ രാജു പി നായർ അടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓരോരുത്തരോടുള്ള നീതി, നാട്ടുകാരെ തല്ലി ചതച്ച ഒരു ഗൺമാൻ, അത് സർക്കാർ ഉദ്യോഗസ്ഥൻ, അയാൾ ഇപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്നു. പോലീസുകാരനെ വെട്ടി അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ ഒരു പാർട്ടി നേതാവ് ഇപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്നു. അവരൊന്നും ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പൊതുമുതൽ നശിപ്പിക്കുന്നത് കേരളത്തിൽ ഏത് രാഷ്ട്രീയ കക്ഷി അവരുടെ സംഘടനയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമുക്ക് വേണ്ടി നോക്കാം. ഞാനപ്പോൾ അതിൽ പോകുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നിയമപരമായാണ് അറസ്റ്റ് ചെയ്തത്. നരേന്ദ്രമോദി 100 കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിയമപരമായി തന്നെയാണ്. ടീസ്റ്റ സെറ്റിൽവാഡോ, MP ശ്രീകുമാറോ, അല്ലെങ്കിൽ സ്റ്റാൻ സ്വാമിയോ, ഇപ്പോൾ എന്തിനും മദനിയോ, അത് ഈ ആളുകളെയൊക്കെ പലരെയും പിന്നെ വെറുതെ വിട്ടു, അപ്പോൾ ജാമ്യം കിട്ടി. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ജയിലിൽ താമസിപ്പിച്ചത്, ജയിലിൽ പാർപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ ഭട്ട് ഇപ്പോൾ എത്ര കാലമായി കിടക്കുന്നു? 28 വർഷമായി. അതൊക്കെ നിയമപരമാണെന്ന് സജീഷ് പറയും. നിയമപരമാണല്ലോ, കാരണം കോടതി അംഗീകരിച്ചല്ലോ. ഇവിടെ ഇപ്പോൾ ജാമ്യം കൊടുത്തില്ല, അതുകൊണ്ട് നിയമപരമാണ്, സർക്കാർ ചെയ്ത് ശരിയാണ്, ഒരു സംശയമില്ല. ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇത് ജനങ്ങൾ അംഗീകരിക്കും. ഇപ്പോൾ മോഡി നാളെ പറയും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ 2 പ്രാവശ്യം ജയിച്ചില്ലേ, ഇനി 3ാമത് ഞങ്ങൾ ജയിക്കും. അംഗീകരിച്ചാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ജനങ്ങൾ കാണുകയല്ലേ, ഇന്ത്യയിലെ ജനങ്ങൾ കാണുകയല്ലേ. ഈ ജനങ്ങൾ കാണുന്നതും ഞങ്ങൾക്ക് അധികാരമുണ്ട് ചെയ്യുമെന്ന് പറയുന്നതും ഒരു അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഫാസിസ്റ്റ് നടപടിയെന്ന്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും നിയമങ്ങളുടെ സംരക്ഷണം ഉണ്ടാകും എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് വളരെ കൃത്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ ചെയ്തു. അടിയന്തരാവസ്ഥയിൽ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അടിയന്തരാവസ്ഥയാണോ ഇപ്പോൾ സഖാവ് പിണറായി വിജയനെ ചെയ്തത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പം സജീഷ് പറഞ്ഞു വയ്ക്കുന്നത്? അബദ്ധം അവിടെയാണ്. മോഡിയെയും ശരിയാക്കും, അടിയന്തരാവസ്ഥയും ശരിയാണെന്ന് പറയും. അത് അന്ന് ചെയ്തിട്ടുണ്ടല്ലോ. അടിയന്തരാവസ്ഥ കാലത്തായിരുന്നോ സജീഷ്? താങ്കളുടെ സമയത്ത് അടിയന്തരാവസ്ഥയുണ്ടോ? താങ്കളുടെ സമയത്ത് താങ്കളിലേക്ക് വരാം. ഇന്ന് അടിയന്തരാവസ്ഥയുണ്ടോ? പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതാണ്. പിണറായി വിജയനെ അടിച്ചത്, തല്ലിയത്, അദ്ദേഹം മുറിവുമായി വന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം MLA ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരായി നടപടിയെടുത്തു. നമ്മളൊക്കെ അതിന് മാർച്ച് നടത്തിയ ആളാണ് ഞാനും. അതല്ല പ്രശ്നം. ഇപ്പോൾ കുഴപ്പം എന്താ? അടിയന്തരാവസ്ഥയിൽ ചെയ്തു, അല്ലെങ്കിൽ വേറൊരു കാലത്ത് ചെയ്തു, വേറെ ആളുകൾ ചെയ്തു, ഇപ്പോൾ മോഡി ചെയ്തു. അപ്പോൾ സജീഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സ്റ്റാൻ സ്വാമിയെയോ അല്ലെങ്കിൽ ടീസ്റ്റ സെറ്റിൽവാഡിനെയോ ശ്രീകുമാറിനെയോ അറസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. കാരണം അവരുടെ പേര് രാജ്യദ്രോഹ കുറ്റ. അഡ്വക്കേറ്റായ ആളെന്നുള്ള എനിക്ക് പറയാൻ കഴിയും, ആരെ വേണമെങ്കിലും 2 ആഴ്ച ജയിലിലിടാൻ IPCയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്കോ വകുപ്പുണ്ട്. അത് എഴുതി ചേർത്താൽ മതി. അതിനെന്തെങ്കിലും തെളിവ് പറഞ്ഞാൽ മതി. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന വകുപ്പ് അനുസരിച്ചാണെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ അത് കോടതികൾക്ക് ജാമ്യം കൊടുക്കില്ല. അപ്പോൾ കോടതി ജാമ്യം കൊടുത്തില്ല, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ ഭയങ്കരമായ തെറ്റ് ചെയ്തു എന്നോ ഇനി കോടതി അതാണെങ്കിൽ എനിക്കറിയില്ല, ഞാനത് പറയുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം ഇവിടെ സാധാരണ ഒരു മനുഷ്യൻ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തോട്ടെ, അതിനാർക്ക് തെറ്റ്? സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യും, പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പലരും അടി കൊണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും തെറ്റല്ല, ഇതൊന്നും ഞാൻ തെറ്റായും പറയുന്നില്ല. പക്ഷേ അവിടെയാണ് പ്രശ്നം. പക്ഷേയാണ് വലിയ പ്രശ്നം. അത് ഏത് തരത്തിൽ ചെയ്യുന്നു? നിയമസഭ തല്ലി പൊളിച്ച ഒരാൾ പോലും ഇതുവരെ ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ലല്ലോ. നിയമസഭ തല്ലി പൊളിച്ച ഒരാൾ പോലും കിടന്നിട്ടില്ല. MLA എന്നുള്ള പ്രിവിലേജ് ആയിരുന്നു. ഇപ്പൊ നേരത്തെ രാജു പി നായർ പറഞ്ഞു സതീശൻ EP ജയരാജൻ പറയുകയാണ് കല്ലും കമ്പും ഒക്കെ എടുത്ത് എറിഞ്ഞു എന്ന് ഭീകര കുറ്റം പറയാണ് എന്ന് പറഞ്ഞാൽ EP ജയരാജൻ ഈ സ്പീക്കറുടെ കസേര ഇങ്ങനെ എടുത്ത് മറിച്ചിടുന്ന ആംഗൊക്കെ ഇപ്പോഴും ആ വിഷയം കാണിച്ചിട്ടുണ്ട്. ആ കേസ് പിൻവലിക്കാൻ സുപ്രീം കോടതി വരെ പോയി CR. പൊതുമുതലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പൂർത്തിയാക്കി കഴിഞ്ഞു. 2011 ജൂൺ 29 കരിങ്കൽത്തിയുടെ സ്ഫോടക വസ്തു പോലീസുകാർ ഗുരുതര പരിക്കേറ്റതാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ടാറ്റോസുമോ തകർത്ത കേസാണ്. കേസ് പിൻവലിക്കാൻ സർക്കാർ അപ്പീൽ നൽകിയത് 2022. 2004 ഡിസംബർ 2 തൈക്കാട് സംഗീത കോളേജിനടുത്ത് SFI സർക്കാർ വാഹനം അടിച്ചു തകർത്തു. കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1 അല്ല 2 ആവർത്തി സർക്കാർ അപ്പീൽ പോയി. പൊതുമുതലിനോട് അഗാധ സ്നേഹമാണ് കേട്ടോ CR. അല്ല, ഞാൻ പറഞ്ഞത് കാശ്മീർ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാം. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം നമ്മൾ പറയുമ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ. ഞങ്ങളുടെ ആളുകൾക്ക് ഉള്ള നിയമമല്ല നിങ്ങളുടെ ആളുകൾക്കുള്ളത്. ഇതന്നെയാ മോഡി പറഞ്ഞുള്ളൂ. ഭരണഘടന ഞങ്ങൾക്ക് ആളുകൾക്കുള്ള വേറെ, നിങ്ങൾക്കുള്ള ആളുകൾക്ക് വേറെ. ഇതിനെയാണ് നമ്മൾ ജനാധിപത്യ വിരുദ്ധത, ഏകാധിപത്യം എന്നൊക്കെ പറയുന്നത്. അതാണ് ഈ ഗവൺമെൻറ് നയമെങ്കിൽ നമുക്കൊന്നും പറയാനില്ല.
ഞാൻ പറഞ്ഞതുപോലെ മോഡി ചെയ്താൽ തെറ്റ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ചെയ്താൽ തെറ്റ്. ഉമ്മൻചാണ്ടിയുടെ തലയ്ക്ക് കല്ലെറിഞ്ഞ ആളുണ്ട്, കല്ലെറിഞ്ഞ അദ്ദേഹത്തിൻ്റെ തല പൊട്ടി. ഇന്ന് വരെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ഏതെങ്കിലും ഒരു സംഗതി കൊണ്ട് ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. പറ്റരുത് കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ ചെയ്താലും പിണറായി വിജയനെ ചെയ്താലും ആരെ ചെയ്താലും ഞാൻ അതിനെ 100% എതിർക്കുന്ന ആളാണ്. പക്ഷേ അന്ന് അതിനെ ന്യായീകരിച്ച ആളുകൾ ഇന്ന് വന്നിട്ട് ചെരുപ്പെറിഞ്ഞപ്പോൾ അത് എന്തോ വധശ്രമമാണ് എന്ന് പറയുകയാണ്. ശരി, ഞാൻ താമസിക്കാറ് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഈ പറയുന്ന എന്താണ്, ഒരു പഴയ രണ്ട് ചെരുപ്പെറിയുമ്പോഴേക്കും ഈ വണ്ടി എന്താണ് ദിശ തെറ്റി മറിഞ്ഞ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജീവഹാനി ഉണ്ടാകുമെന്നൊക്കെ പോലീസ് സ്റ്റേഷനിലെ തിരക്കഥാകത്ത് എഴുതി വെച്ചു. കോടതി ചിരിച്ചു. കോടതി എന്താണ് ഈ ഷൂ എറിയുന്നത് എങ്ങനെയാണ് കൊല്ലാനുള്ള നീക്കമെന്ന് ചോദിക്കുന്നു. പ്രോസിക്യൂട്ടർ അന്തം പിടിച്ച് ചുറ്റും നോക്കുന്നൊക്കെ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പിന്നാലെ അതൊന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ സമാന വകുപ്പിട്ട് കേസ് കൊടുത്തു കേട്ടോ സിആർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ അഡ്വക്കേറ്റ് അസ്കർ, ഈ പറയുന്ന പരമാവധികൾ നമ്മൾ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ല. ഇപ്പോൾ അതിനെ സൂക്ഷ്മമായി നോക്കുന്നവർക്ക് ഇന്ന് കണ്ട രാവിലെ മുതൽ കാണുന്ന കാഴ്ച അത്ഭുതമേ അല്ല. കാര്യം കേരളയിൽ സമരകാലത്ത് ഈ ഇരിക്കുന്ന സിആർ നീലകണ്ഠൻ വിയോജിപ്പ് അറിയിച്ചതിന് പൊതുമന്ത്രിയിൽ അധിക്ഷേപിച്ചു. പറയാൻ പാടില്ലാത്ത പലതും ഈ സിയാറിനെതിരെ പറഞ്ഞു. സിയാറിന്റെ കൂടെ നിന്ന് എല്ലാവർക്കും എതിരെ പറഞ്ഞു. ഒരു കവി റഫീഖ് അഹമ്മദ് ഇക്കാലം അത്രയും ഇടതുപക്ഷത്തിനൊപ്പം നിന്നാണ് കേരളത്തിനെതിരെ എന്തോ ഒരു കവിതയുടെ രൂപത്തിൽ എന്തോ ഒരു വിയോജിപ്പ് പറഞ്ഞു. ഉടനെ ഇടതുവിരുദ്ധനായി, തീവ്രവാദിയായി, മഹാ അപരാധിയായി. അന്ന് സമരത്തിനിറങ്ങിയവർ എന്താണ്, കോഴിക്കോട് ഭാഗത്തേക്കാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങളുടെ തെക്കോട്ട് ഭാഗത്തേക്കാണെങ്കിൽ RSS ആയി. അതിനുശേഷം വിഴിഞ്ഞം സമരം, അവിടെ എന്തോ മാവോയിസ്റ്റ് കൂടാലോ എന്ന് പാർട്ടി പത്രത്തിൽ വ്യാജവിണ്ടയ്ക്ക, എന്താണ് ചിത്രമൊക്കെ നിർത്തി വ്യാജവിണ്ടയ്ക്ക, എന്താണ് ഒന്ന് വിമാനത്തിൽ കയറി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന 2 മുദ്രാവാക്യത്തിന് എന്താണ് വധശ്രമത്തിന് കേസെടുക്കൽ, ഷൂ അറിഞ്ഞാൽ വധശ്രമത്തിന് കേസെടുക്കൽ, മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കൽ, എല്ലാം ഈ പരമാവധിയിൽ എത്ര കാലം ഈ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അഡ്വക്കേറ്റ് BN അസ്കർ? ഹഷ്മി, പണ്ടൊരു UDF കാലത്ത് കോഴിക്കോട് നഗരത്തിൽ വെച്ച് CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യനെ, വയോധികനും രോഗഗ്രസ്തനുമായ ഒരു മനുഷ്യനെ, ഒരു MLA-യുടെ കൂടി ഭർത്താവായിരുന്നൊരു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് തിരുവഞ്ചൂരിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തത് അങ്ങ് മറന്നുപോയോ? എങ്ങനെയായിരുന്നു അറസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? പോലീസ് വാഹനം പിന്തുടർന്ന് തെരുവിലിട്ട് വലിച്ചിഴച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോഹനൻ മാസ്റ്റർ എന്നാണ്. പിൽക്കാലത്ത് ആ കേസ് കള്ളക്കേസാണെന്ന് കണ്ട് കോടതി വെറുതെ വിടുകയായിരുന്നു. ആയിരക്കണക്കിന് SFIയുടെയും DYFIയുടെയും പ്രവർത്തകരുടെ വീട്ടിൽ സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് അമ്മയെ പോലും തല്ലിയിട്ട് കതക് ചവിട്ടി പൊളിച്ച് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് UDF-ന്റെ പല ഭരണകാലത്തും. അപ്പോൾ ഇത് നടാടയായിട്ട് സംഭവിക്കുന്നതാണോ? ഇപ്പോൾ സംഭവിച്ചത് എന്താ? രാഹുലിന് നിങ്ങൾ കരുതുന്ന എന്ത് പ്രിവിലേജാണ് ഈ സൊസൈറ്റിയിലുള്ളത്? പ്രതിപക്ഷ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന് എന്ത് പ്രിവിലേജാ നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത്? ആ പ്രിവിലേജിന്റെ പേരെന്താണ്? അത് ഏത് പ്രിവിലേജിന്റെ പേരാണ് നിതിൻ പുല്ലൻ ഇല്ലാത്ത പ്രിവിലേജ്. ആ പ്രിവിലേജിന്റെ പേരാണ് നിതിൻ പുല്ലൻ എന്നുള്ള DYFI നേതാവിനുള്ള പ്രിവിലേജ്. ഹസൻ മുബാറക് എന്ന പോലീസിനെ എന്താണ് തെണ്ടിയെന്നും പട്ടിയെന്നും വിളിച്ച് തെരുവിൽ അധിക്ഷേപിക്കുമ്പോൾ കേസെടുക്കാത്ത, ലാസ്റ്റ് സമ്മർദ്ദം വരുമ്പോൾ മാത്രം കേസെടുക്കുന്ന പ്രിവിലേജിനാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. പോലീസിന്റെ ഗൺമാൻ കേസെടുക്കണമെന്ന് കോടതി പറയുമ്പോൾ കേസെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പോലീസിനാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. പ്രിവിലേജ് ഉണ്ട്. സം ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ. ഹസ്കർ, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞുതരാം. 333 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 149 വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡ് 149 വകുപ്പ് എന്ന് പറയുന്നത് അൺലോഫുൾ അസംബ്ലിയാണ്. ആ അസംബ്ലിയിൽ പങ്കെടുത്ത ഓരോരുത്തരും, ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും താങ്കൾ അതേ കുറ്റകൃത്യം ചെയ്തതായിട്ടാണ് നിയമം കാണുന്നത്. അപ്പോൾ 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ പ്രിവെന്റീവ് അറസ്റ്റാണോ ചെയ്തത്? അറസ്റ്റല്ലേ ചെയ്തിരിക്കുന്നത്? ഏതൊരു പ്രതിക്കെയും അറസ്റ്റ് ചെയ്യുന്നുള്ള അവകാശം പോലീസിനുണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പറയും നോട്ടീസ്, അത് മോഡിയുടെ പോലീസിനുണ്ട്. 7 വർഷം വരെ കുറ്റകൃത്യം ചെയ്യുന്ന അത് നരേന്ദ്രമോദിയുടെ പോലീസിനുണ്ട്. വിധി പ്രകാരം നോട്ടീസ് അറസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട്. ഒരു വന്ധ്യവയോധികൻ, പാവം പാതിരിയെ ജീവിതാവസാനം വരെ ജയിലിലിടുക അവകാശമൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം. രാജു നായർ നാടിനെ നാണം കെടുത്തിയ, നിയമസഭയെ നാണം കെടുത്തിയ ഇപ്പോൾ നിയമസഭാ കയ്യാങ്കളി കേസിലെ പ്രതികൾ CR നീലകണ്ഠൻ പറയുന്ന ഒറ്റ ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ലെങ്കിലും പണ്ട് പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങി. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജയിലിൽ കിടക്കണം. രാജു, എനിക്ക് സജീഷിനോടൊക്കെ പറയാനുള്ളത്, ദയവേദി ഈ കഥകളൊക്കെ ഇപ്പൊ പറയരുത്. കാരണം ഈ 2500 പോലീസുകാരുടെ ഇടയിലേക്ക് മാറി
ഈ കരിങ്കൊടി കണ്ടാൽ ചത്തുപോകുമെന്ന് വിചാരിക്കുന്നവനൊക്കെ ഇത്തരത്തിലുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് തള്ളടിക്കുക എന്ന് വിചാരിക്കും. സജീഷൊക്കെ വെറും തള്ളുമ എന്ന് പറയാൻ വേണ്ടി ചാനൽ വരിക എന്ന് ജനങ്ങൾ വിചാരിക്കും. അത്രയൊക്കെ അനുഭവമുള്ളവൻ 10 പേര് മുന്നോട്ട് കരിങ്കൊടിയായിട്ട് വന്നാൽ കന്ന് കാണിച്ചിട്ട് പോടാ എന്ന് പറയാനുള്ള ധൈര്യം വേണം. അതല്ലാതെ ഇങ്ങനത്തെ ഭീരുവായിട്ട് ഈ ഇതിനകത്ത് കയറി വിളിക്കുന്നവന്റെ വീരവാദമാണോ ഈ പറയുന്നത്? ചോദിച്ചാൽ നാണമുണ്ടോ സജീഷ് ഇതൊക്കെ പറയാനായിട്ട്? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രിവിലേജിന്റെ കാര്യം ഹസ്കർ പറഞ്ഞത്. ഹസ്കർജി, ഒരു പ്രിവിലേജ് ഇല്ലാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയാം, ഉള്ള ഒരാളുടെ കാര്യം ഞാൻ പറയാം. ആർഷോ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? എത്ര കേസിലെ പിടികിട്ട പുള്ളിയാ? എറണാകുളത്തെ CJM കോടതി ജാമ്യം റദ്ദാക്കിയ കേസിലെ പ്രതിയാണ് ഇല്ലേ? ഒരു പാവപ്പെട്ട ദളിത് കുട്ടിയുടെ മേത്തേക്ക് ചാടി ചവിട്ടി നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുവടി ഇത് പറഞ്ഞ കേസിലെ പ്രതി. എന്നിട്ട് അതിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടി വ്യാജരേഖ ചമച്ച കേസിലെ പ്രതി ശ്രീ ഹസ്കറിന് അടുത്ത ഘട്ടത്തിൽ പറയാമോ ഈ പിണറായി വിജയൻ ആർഷോനെ അറസ്റ്റ് ചെയ്യാത്തത് നീതികേടാണ് എന്ന് പറയാൻ നിങ്ങളുടെ നാവ് പൊങ്ങുമോ ഹസ്കറെ? നിങ്ങളുടെ നാവ് പൊങ്ങുമോ? ഇനി മറ്റൊരു കേസ് ഞാൻ പറയാം. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ റഹീമും സ്വരാജും 1 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരല്ലേ? ഇവർ ഉമ്മൻചാണ്ടിയുടെ +2 കാലത്ത് നടത്തിയ അക്രമമല്ലേ? ആ സ്വരാജിനെയും റഹീമിനെയും വീട് കയറി 5:30 മണിക്ക് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? അവരെല്ലാ പ്രിവിലേജും കൂടി അവർ നിയമത്തിന്റെ വഴിയിലൂടെ പോയി ആ നിയമത്തിൽ ശിക്ഷിക്കപ്പെട്ടു ഇല്ലേ? അപ്പൊ പ്രിവിലേജ് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ? ഇനി അങ്ങ് പറയുന്ന പ്രിവിലേജ് അല്ലെങ്കിൽ അങ്ങ് പറയുന്ന വലിയ വകുപ്പുകളുണ്ടല്ലോ, ആ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന SFI CPM-ന്റെ നേതാവ് ബലാത്സംഗം ചെയ്ത കേസിൽ ആ പാവം പെൺകുട്ടിയെ ആക്രമിച്ചതിന് SC അട്രോസിറ്റീസ് വകുപ്പ് ചേർത്തിരുന്നെങ്കിൽ ഇവൻ രക്ഷപ്പെടില്ലായിരുന്നു. മനസ്സിലായില്ലേ? ബലാത്സംഗികൾക്ക് പിണറായി വിജയൻ കൊടുക്കുന്ന പ്രിവിലേജ്. അസ്കറെ, നിങ്ങൾക്ക് നാണം തോന്നണം ഇവിടെ വന്നിരുന്ന് പ്രിവിലേജിന്റെ കാര്യം പറയുമ്പോ. ബലാത്സംഗം 6 വയസ്സുകാരി കുട്ടിയെ ബലാത്സംഗം ചെയ്ത CPM-ന്റെ നേതാവിന് പിണറായി വിജയൻ കൊടുത്ത ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അല്ല, ഏത് നേതാവ് തോന്നിവാസം പറയുന്നത് ചർച്ചയിലിരുന്ന്? ക്ഷമയ്ക്കൊരു അതിരുണ്ട്, ക്ഷമയ്ക്കൊരു അതിരുണ്ട് ഹാഷ്മി. അവതാരകൻ എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ ഏത് നേതാവ് തോന്നിവാസം പറയുകയാണ്? ചർച്ച പറഞ്ഞിട്ടുള്ളത് അല്ല. ഒരു കാര്യം അല്പമെങ്കിലും സഭ്യമായ രീതിയിൽ മര്യാദയിൽ സംസാരിക്കാൻ വേണ്ടി പറയും. ഈ ചർച്ച എന്ന് പറഞ്ഞ അവസാനത്തെ ചർച്ചയല്ല കേട്ടോ. ഹാഷ്മി ആസ്വദിച്ചിരുന്നോ? എനിക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. സജീഷിലേക്ക് വരികയാണ്. സജീഷ് മറുപടി പറഞ്ഞോളൂ. രാഷ്ട്രീയ സജീഷ് മറുപടി പറഞ്ഞോളൂ. CPM-ന്റെ ഒരു പ്രവർത്തകനല്ല, തോന്നിവാസം പറയരുത്. ഇത് കോൺഗ്രസ് അല്ല, CPM പ്രവർത്തനമല്ല, CPM പ്രവർത്തനമല്ലെന്നാണ് പറയുന്നത്. CPM പ്രവർത്തനമല്ലെന്നാണ് പറയുന്നത്. സതീഷ്, പക്ഷേ വണ്ടിപ്പെരിയാറിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത് യൂത്ത് കോൺഗ്രസിന് നേരെ DYFI സമരമായി ഇറങ്ങി. എന്തിനാണെന്ന് അറിയില്ല കേട്ടോ സതീഷേ. വണ്ടിപ്പെരിയാറിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിന് നേരെ DYFI ഓഫീസിൽ നിന്ന് ആക്രമണം അഴിച്ചു വിട്ടു. എന്തിനായിരുന്നു? യൂത്ത് കോൺഗ്രസിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങൾ കൂടിയാ. DYFI അവിടെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിന് ആക്രമണം അഴിച്ചു. എന്തിനായിരുന്നു അത്? BROP വാരി വലിച്ചെറിഞ്ഞു. എന്തിനായിരുന്നു അത് സതീഷ്? ഞാൻ പറയട്ടെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞോട്ടെ. അത് മര്യാദയുടെ ഭാഷയിൽ കേട്ട് ആസ്വദിക്കുന്നതിന് അതിരുണ്ട് ഹാഷ്മി. ഞാൻ പറയാനുള്ളൂ. പൊതുമുതൽ നശിപ്പിച്ച കണ്ടോണ്ടിരിക്കുന്ന ചർച്ചയാണ്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ കത്തിച്ച് അതിനകത്തുള്ള മനുഷ്യരെ കൂടി കൊന്ന സംഘടനയുടെ പേര് CPM എന്നല്ലേ? ഈ പൊതുമുതൽ നശിപ്പിച്ച മുഴുവൻ കേസിലും ഏറ്റവും കൂടുതൽ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ള CPM. എന്നിട്ട് ഇപ്പൊ പൊതുമുതലിനെ സേതു വന്നിരിക്കുന്നു. ഭരണത്തോടൊപ്പം സമരം നടത്തണമെന്ന് പറഞ്ഞ CPM-ന്റെ രാഷ്ട്രീയമാണ് ഈ പറയുന്നത്. കേട്ടു നോക്കണം. ഭരണത്തോടൊപ്പം സമരവും എന്ന് CPM നടത്തിയിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മാറിയിട്ട് ഭരണകൂടത്തോട് സമരം ചെയ്യാൻ ഒരു മനുഷ്യനും അവകാശമില്ല, അധികാരമില്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ നിയമം നടപ്പാക്കുകയല്ല, ഞങ്ങൾ ഭയാനകമായ രീതിയിൽ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, നിങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള തെളിവല്ലേ? നിയമം നടപ്പാക്കട്ടെ. ആ രാഹുൽ കഴിഞ്ഞ ദിവസം വരെ തിരുവനന്തപുരത്തുണ്ടായിരുന്നല്ലോ, കലോത്സവ വേദിയിലുണ്ടായിരുന്നല്ലോ. എവിടെ പോയിരുന്നു നിങ്ങളുടെ പോലീസ്? എവിടെയായിരുന്നു പോലീസ്? വിളിച്ചു വരുത്തിട്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ? അല്ലാതെ പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. അല്ല, ഇന്നിപ്പോ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യും. അല്ലാതെ പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. അങ്ങനെയാണോ അങ്ങനെയാണ് ആ സ്ട്രാറ്റജി പോലീസ് തീരുമാനിക്കുന്നതാണ് പറഞ്ഞത്.
എത്ര കളവ് ഒരു ചർച്ചയിൽ പറയും? സജീഷ് അങ്ങനെയാണ് എത്ര പറഞ്ഞത്. കളവ് ഒരു ആ ചർച്ചയിൽ സ്ട്രാറ്റജി പറയും? പോലീസ് താങ്കളൊന്ന് തീരുമാനിക്കുമെന്നാണ് ഈ പറഞ്ഞത്. ചർച്ച എപ്പോൾ അല്ല, അറസ്റ്റ് ചെയ്യണമെന്ന അങ്ങനെയല്ല സ്ട്രാറ്റജി പറഞ്ഞത്. പോലീസ് ഞാൻ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞതല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? പറയൂ. ഒരു മിനിറ്റ്, എന്താണ് പറഞ്ഞത്? കളവ് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ അധപ്പതിക്കരുത്. അല്ല, എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? പറ സജീഷ് പറ. അല്ല സജീഷ് പറ. ഒരു മിനിറ്റ്. അല്ല സജീഷ് പറ. പറയാലോ. അല്ല സജീഷ് പറ. അല്ല സജീഷ് പറ. ഞാൻ വ്യക്തമാക്കി തരാം. സജീഷ് പറ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും സ്ട്രാറ്റജി പോലീസ് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? സജീഷ്, സ്ട്രാറ്റജി എപ്പോൾ എങ്ങനെയെന്ന് പോലീസ് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. തോന്നിയ പോലെ എന്നാണോ പറഞ്ഞത്? സാർ, അതിന്റെ അർത്ഥം എന്താണ്? വാചകമാണോ? അതിന്റെ അർത്ഥം എന്താണ്? പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിനർത്ഥം. പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അർത്ഥം. പിന്നെന്താണ്? പിന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? എന്താണ് പിന്നെ അർത്ഥം? ആഷ്മി ക്ഷമിക്കോ? ധൈര്യം ഉണ്ടേ മിണ്ടാതിരിക്കെ. ആഷ്മി ഉണ്ടേ മിണ്ടാതിരിക്കെ. പറയട്ടെ, ഞാൻ പറയുന്ന വാചകം പൂർത്തീകരിച്ചിട്ട് ഇടപെടാവൂ, അത്രേ ഉള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയാൻ പറ്റിയ ആളാട്ടോ. ചർച്ചയുടെ തുടക്കം മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നോട് പറയാണ് ധൈര്യം ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ. സജീഷ് പറഞ്ഞു പൂർത്തിയാക്കൂ, വെല്ലുവിളി നടത്താതെ. അതെ, എന്താ സംശയം? ആഷ്മി പറയാൻ അനുവദിക്കില്ലല്ലോ. എവിടെയും വെച്ച് കട്ട് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കളിയല്ലേ, അതല്ലേ രീതി. അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ പറയുന്നത് കേട്ടുപോകരുത് എന്ന് തീരുമാനിച്ചിറങ്ങിയല്ലേ, അതല്ലേ പ്രശ്നം. ഇത് കേക്ക്. അതായത് പോലീസ് മേധാവി പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് ഈ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സമയവും സാഹചര്യവും നോക്കണം. എന്തുകൊണ്ടെന്നാൽ പൊതുവായ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള നല്ല അഭിനേതാക്കളെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് കുഴപ്പമുണ്ടാക്കി അതിൻ്റെ പേരിലൊരു സീനുണ്ടാക്കി ഇതാണ് ആഗ്രഹിക്കുന്നത്. ചത്ത് കിടക്കുന്ന ആ യൂത്ത് കോൺഗ്രസിനെ ഒന്ന് ജീവിപ്പിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള പല സാഹചര്യവും ഒരുക്കി സ്കൂൾ യുവജനോത്സവത്തിന്റെ സ്ഥലത്ത് മറ്റുള്ള സ്ഥലത്ത് പണ്ട് ജൂനിയർ മാൻഡ്രക്സിൽ ജഗതി റൂട്ട് പോയി കിടക്കുന്ന പോലെ കിടക്കുക. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റിയുള്ള വ്യാജരേഖ കേസിൽ നോട്ടീസ് കൊടുത്ത് രാഹുലിനെ വിളിച്ചു വരുത്തിയപ്പോൾ എന്ത് സീനുണ്ടായി എന്ന ചോദ്യത്തിനോട് ചേർത്ത് മറുപടി പറഞ്ഞോളൂ. അല്ല ആഷ്മി, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിന് മറുപടി പറയാൻ അവസരം തരുമോ? അല്ല, ഇപ്പം എൻ്റെ അവസരം അങ്ങ് തീരുമോ? എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? ഇപ്പോൾ ഒറ്റ അതല്ല, എനിക്ക് ഇവിടെ തുടക്കം മുതൽ കഥയില്ലാത്ത കാര്യങ്ങൾ എത്ര സമയം കളഞ്ഞു സജീഷ് ഒന്ന് ആത്മപരിശോധന നടത്തും. താങ്കൾ ദയവേത് വിഷയത്തിലേക്ക് വാ. തുടക്കം മുതൽ ഒരു കഥയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം ഒരുപാട് കളഞ്ഞു. ദയവേത് ഇനിയെങ്കിലും വിഷയത്തിലേക്കൊന്ന് വാ. സജീഷ് പറയൂ. എനിക്ക് പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഇപ്പോൾ രാഹുലിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അത് കൃത്യമായി ഏതെങ്കിലും രീതിയിൽ നിയമപരമല്ലാത്ത രീതിയിൽ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല, നിങ്ങൾ കുറേ മാധ്യമങ്ങളെല്ലാം വലിയ സംരക്ഷണം കൊടുക്കുന്നുണ്ട്, വല്ലാത്തൊരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി ആഘോഷിക്കുന്നുവെന്ന് മാത്രം. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും കഴിഞ്ഞ UDF ഭരണകാലം പരിശോധിച്ചാലും ഇതിലും ഭീകരമായിരുന്നു. ഞാൻ പിന്നെ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങളെയൊക്കെ വീട്ടിൽ കയറിയിട്ടില്ലേ പോലീസ്? ഞങ്ങളെയൊക്കെ വീട്ടിൽ കയറിയിട്ടുണ്ട്. മാത്രമല്ല, അതിഭീകരമായി പല മർദ്ദനമുറകളും, വീട് വാതിൽ ചവിട്ടിപ്പൊളിക്കുക, അതിഭീകരമായ പല രീതിയിലും DYFIയുടെയും SFIയുടെയും പ്രവർത്തകരെ കാപ്പ ചുമത്തി എത്ര പ്രവർത്തകരെയാണ് നാട് കടത്തിയത്. ഇതെല്ലാം ഒരു കാലത്തുണ്ടായിരുന്നു. അത്തരത്തിലൊന്നും ഇവർക്ക് നേരെയുള്ള സമരം കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ വകുപ്പനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ജയിലിൽ കിടക്കാത്ത ഏത് പൊതുപ്രവർത്തകനെ അറിയാം ആഷ്മിക്ക്? ജയിൽവാസവും സമരത്തിൻ്റെ ഭാഗമായി ജയിൽവാസവും മറ്റെല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ് പൊതുപ്രവർത്തകർ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ത്യാഗം സഹിക്കുന്നവരാണ്. കഴിഞ്ഞ 7.5 വർഷക്കാലമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആൾക്ക് ആദ്യമായിട്ടാണ് ഒരു അറസ്റ്റ് നേരിടേണ്ടി വരുന്നത്, ജയിലിൽ കിടക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നം അറസ്റ്റ് ചെയ്ത ആളതല്ലല്ലോ. ഒരു ധാരണയുമില്ലാത്ത, ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ആളെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് അടിച്ചുകൊണ്ട് ഒരു പ്രസിഡൻ്റാക്കിയിരിക്കുന്നു. അതുകൊണ്ടുണ്ടായ സംഭവമല്ലേ. അല്ലാതെ ഈ പറഞ്ഞ കോൺഗ്രസ്
പോലും നമുക്കറിയാമല്ലോ, നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സമരം നടത്തുകയും അതിൻ്റെ ഭാഗമായി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ നോക്കൂ, ഓരോന്നായാലും ഹാഷ്മി നേരത്തെ പറഞ്ഞൊരു കാര്യത്തിനുകൂടി മറുപടി പറയുന്നുണ്ട്. വളരെ ലളിതമാക്കുകയാണല്ലോ, വിമാനത്തിൽ കയറി ഒരു മുദ്രാവാക്യം വിളിച്ചതിൻ്റെ ഭാഗമായി പ്രശ്നം. എന്നാൽ ഹാഷ്മിയോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ നാളെ ഏതെങ്കിലും ഒരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത്, പ്രധാനമന്ത്രി അതിൻ്റെ അകത്ത് ഉണ്ടാവണ്ട, ഒരു VIP ഉണ്ടാവണ്ട, ടിക്കറ്റ് എടുത്ത് വിമാനം യാത്ര പുറപ്പെടാൻ ആരംഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 3-4 മിനിറ്റ് മുദ്രാവാക്യം വിളിക്കാൻ ഹാഷ്മിക്ക് ധൈര്യമുണ്ടോ? ഹാഷ്മിയുടെ പേര് കേസെടുക്കുവോ? ആ പ്രതിയുടെ പേരെന്തായിരുന്നു? കണ്ണൂരിലെ പ്രതിയുടെ പേരെന്തായിരുന്നു? അത് കുറ്റപത്രം സമർപ്പിച്ചോ സജീഷ്? വർഷം കുറേ കുറ്റപത്രം സമർപ്പിച്ചോ? ഹാഷ്മി പറയട്ടെ, അതാണ് ചോദ്യം. കുറ്റപത്രം സമർപ്പിച്ചോ? അല്ല, പറയട്ടെ. കുറ്റപത്രം സമർപ്പിച്ചു. അപ്പൊ അങ്ങോട്ട് പോയി. അതാണല്ലോ ഇത്ര മാരകമായ കുറ്റമാണെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചോ സജീഷ്? ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയും. ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയും സജീഷ്. അത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ധൈര്യം കേരള പോലീസ് കാണിച്ചോ? ഞാൻ പറയട്ടെ, അതിന്റെ കുറ്റപത്രം സമർപ്പിക്കും, അതിന്റെ കേസ് ഉണ്ടാവും. സാർ, വർഷം കുറെ ആയി സാർ. ഒറ്റ മിനിറ്റ് രാജു, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കയറി വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ മാരകമായ, കേരളം ഇതുവരെ കാണാത്ത മാരകമായ കുറ്റത്തിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ആ പോലീസ് സംവിധാനം പിരിച്ചുകൊണ്ടേ സജീഷേ? വർഷം എത്രയായി? ആണോ? ആഷ്മി, മറുപടി ഇല്ലാത്തപ്പോൾ ആ ചിരി വരും. മറുപടി ഇല്ലാത്തപ്പോൾ ആ ചിരി സജീഷിന് വരും. കുറ്റപത്രം സമർപ്പിക്കാത്ത എന്താണ്? അല്ലല്ല, എനിക്കതിന് മറുപടി ഉണ്ട്. എനിക്കതിന് മറുപടി ഉണ്ട്. ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കാനാവുന്നേ ഉള്ളൂ. ഒരു കേസിനകത്ത് എപ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുക? എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തെന്ന് അറിയോ? എത്ര ദിവസത്തിനുള്ളിൽ ഫർസിൻ മജീദിനെതിരെ എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തെന്ന് അറിയോ സജീഷ്? സമർപ്പിച്ചിട്ടില്ലേ? ചിലപ്പോൾ വർഷം എത്ര കഴിഞ്ഞു സാർ? നാളെ എത്ര കഴിഞ്ഞു സാർ? നാടിന്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കയറി കൊല്ലാൻ ശ്രമിച്ച കേസാണ്. എവിടുന്നാണ് ഇത് ടേൺ ചെയ്ത് കൊണ്ടുപോയത്? നാടിന്റെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച കേസാണ്. ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ലേ സാർ പിണറായി വിജയന്റെ പോലീസിന്? ഹാഷ്മി, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഹാഷ്മിയോട് ആദ്യം ഹാഷ്മിയുടെ പ്രശ്നം കേസെടുത്തതുമായി ബന്ധപ്പെട്ട് ഹാഷ്മിയോട് ഞാൻ ചോദ്യം ചോദിക്കുന്നു. ഹാഷ്മിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു വിമാനത്തിനകത്ത് കയറി ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ പ്രധാനമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരായിട്ട് ഒരു 3 മിനിറ്റ് മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു കേസും ഇല്ലാതെ ഇറങ്ങി പോരുമോ? മാധ്യമപ്രവർത്തകന്റെ പണി മുദ്രാവാക്യം വിളിയല്ല സാർ. മാധ്യമപ്രവർത്തകന്റെ പണി മുദ്രാവാക്യം വിളിയല്ല. ശരി, ഇനി രാഷ്ട്രീയ പ്രവർത്തന ഭാഗമായി മുദ്രാവാക്യം വിളിച്ചു. രാജു ഒരു മിനിറ്റ്. കേസെടുത്തു, ശരി, അംഗീകരിക്കുന്നു. നാടിന്റെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു, അംഗീകരിക്കുന്നു. കുറ്റപത്രം എവിടെ സജീഷേ? ഞാൻ പറയട്ടെ, കുറ്റപത്രം എവിടെ? പറയട്ടെ. കുറ്റപത്രം സമർപ്പിക്കാനാവുന്നു. കുറ്റപത്രം സമർപ്പിക്കും. ഒന്നും ആയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പല കാര്യത്തിലും ഒന്നും ആയിട്ടില്ല. പ്രതിയെ കിട്ടിയോ എന്ന് ചോദിച്ചോ? എസ്.കെ. സജീഷ്, കുറ്റപത്രം ഒന്നും ആയിട്ടില്ല. ഹാഷ്മിയാണ് ആയിട്ടില്ല എന്ന് തീരുമാനിക്കുന്നത്. ആണെന്നേ കുറെ കാലം ചർച്ച ചെയ്തിരുന്നു. താങ്കൾ പരിശോധിക്കുന്നു. പ്രതിയെ കിട്ടിയോ താങ്കളൊന്ന് അന്വേഷിക്ക്. യൂത്ത് കോൺഗ്രസ്സുകാരനെയും താങ്കളൊന്ന് അന്വേഷിക്ക്. പിന്നെ മിണ്ടിയിട്ടില്ല. താങ്കളൊന്ന് അന്വേഷിക്ക്. ഇവിടെ പല കുറ്റപത്രമായിട്ടൊരു ചുക്കുമായിട്ടില്ല സജീഷ്. താങ്കളൊന്ന് അന്വേഷിക്ക്. അന്വേഷിച്ച് പറ. മാധ്യമ പ്രവർത്തകൻ എന്തിനാണ്? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹാഷ്മി, ഞാൻ പറഞ്ഞില്ലേ, ഹാഷ്മിയെ ബോധ്യപ്പെടുത്താൻ ഞാനല്ല. ഇല്ല, ഉത്തരവില്ല. അതുകൊണ്ട് ഉത്തരവില്ല. കുറ്റം സമർപ്പിച്ചിട്ടില്ല, സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പോലീസ്. താങ്കൾ ആരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ. ഹാഷ്മി, ഒരു കാര്യം ഇവരുടെ വിളമ്പിയ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എന്താ സാങ്ഷൻ കൊടുക്കാത്തെ? എന്താ സാങ്ഷൻ കൊടുക്കാത്തെ? അവസാനിപ്പിച്ചോ? അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ലല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇടപെട്ടത് ആസ്കറാണ്, ഞാനല്ല. സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ്. രാജു സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. രാജേഷ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് എങ്കിലും ഞാൻ സംസാരിക്കട്ടെ. തെറ്റോ ശരിയോ ആകട്ടെ, ഒരു മിനിറ്റെങ്കിലും ഒരു കാര്യം പറയട്ടെ. അതായത് ഇവിടെ പലതും പറഞ്ഞിരുന്നു. ഈ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇവർ നടത്തിയ സമരത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഓഫീസിൽ നിന്നല്ലേ രാധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് പതാകയിൽ പൊതിഞ്ഞു വെച്ചത്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ.
അതൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ഈ യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ ചരിത്രം എന്താ? നൈന സാഹിനി എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകയെ കൊന്ന് തന്തൂരി അടുപ്പിലിട്ട ഓർമ്മയില്ലേ സുശീൽ ശർമ്മ നേതാവ്? പിന്നെ എന്തെല്ലാം ഉണ്ട്, ഞാനതിന്റെ വിശദാംശമൊന്നും പോകുന്നില്ല. ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്താണ് സംഘടനയുടെ ചരിത്രം. എന്താണ് താങ്കൾ പറയുമ്പോ താങ്കളുടെ ഭാഷ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, താങ്കളുടെ ഭാഷ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഒരു കാര്യം, അതൊക്കെ താങ്കളുടെ നാവിൽ നിന്ന് വരുന്ന ഏറ്റവും വൃത്തികെട്ട വർത്തമാനങ്ങൾ, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വർത്തമാനങ്ങൾ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം ഇതിലൊന്നും ഞങ്ങളാരും ഭയക്കുന്നില്ല. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ തിരിച്ചുണ്ടാവുന്നത്. അതല്ല പ്രശ്നം, മനസ്സിലായോ? അതെന്റെ പരിധിയിലുള്ള കാര്യമല്ല. ശരി ഓക്കെ. ഇങ്ങോട്ട് പറയുന്നത് അങ്ങോട്ട് തിരിച്ചു കേൾക്കേണ്ടി വരും, പറയട്ടെ. എന്തിനാണ് ഈ പറയുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകപക്ഷീയമായ രണ്ട് പ്രതിനിധികൾ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്, രണ്ടുപേരും മര്യാദ സംസാരിക്കുന്നത്. ഇതൊക്കെ സജീഷ് തോന്നലാണ്, ഇതൊക്കെ സജീഷ് തോന്നലാണ്. മുഖ്യമന്ത്രിക്ക് പ്രാണഭയം അല്ലെങ്കിൽ എന്താണ് ഒരു പ്രതിഷേധം ഉണ്ടായാൽ വധശ്രമമാണ് തോന്നൽ പോലെ സജീഷിന് തോന്നലാണ് സംസാരിച്ചില്ല എന്നുള്ളത്. ചർച്ച കഴിഞ്ഞ് താങ്കൾ നോക്കൂ, സംസാരിക്കാൻ മതിയായ സമയം കിട്ടിയോ എന്നുള്ള കാര്യം സജീഷ് പറഞ്ഞു വന്ന് പൂർത്തിയാക്കൂ. അതോടൊപ്പം നാടിന്റെ മുഖ്യമന്ത്രി, മറ്റെല്ലാ കേസ് പോലെയല്ല, നാടിന്റെ മുഖ്യമന്ത്രി ആകാശത്ത് വെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ കുറ്റപത്രം സമർപ്പിക്കാൻ താങ്കളുടെ എന്താണ് ഔദ്യോഗിക ഭാരവാഹിത്വമൊക്കെ വെച്ച പോലീസിനോടൊന്ന് പറയുകയും വേണം ചർച്ച കഴിയുമ്പോൾ. ശ്രീ സജീഷ്. ഹാഷ്മി, ഒരു കാര്യം, ഒരു വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതുപോലെ തന്നെ മുദ്രാവാക്യം വിളിക്കുകയും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്ത പ്രതികളെ കുറേ ആളുകൾ ചേർന്ന് വെള്ളപൂശി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുറ്റപത്രം സമർപ്പിക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. താങ്കൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വഴിമതിക്കാൻ വേണ്ടി കുറ്റപത്രം എന്ന് പറഞ്ഞ് പിടിച്ചു എന്ന് മാത്രം. ഇത് കേൾക്കുന്ന ആൾക്കും നിയമം അറിയുന്ന ആളുകൾക്കൊക്കെ കാര്യം അറിയാം. പിന്നെ ഒരു കാര്യം, കുറ്റപത്രം സമർപ്പിച്ചാൽ ഹാഷ്മിൻ്റെ വക ചർച്ച അന്നുണ്ടാവില്ലേ? കുറ്റപത്രം സമർപ്പിച്ചു പൊന്നു സതീഷ്, നാടിന്റെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച കേസാണ്, അതെങ്കിലും സമർപ്പിക്കാൻ പറ പോലീസിനോട്. വളരെ തമാശയാ, വളരെ തമാശ. അതാണ് പറഞ്ഞത്, വളരെ തമാശ. പോലീസിന്റെ കാര്യം വളരെ തമാശ. കൊള്ളല്ലേ? ഞാൻ ബാക്കി അല്ല സമയമില്ലല്ലോ 9 മണിയായില്ലേ? അല്ല ആയിക്കോട്ടെ ആഷ്മി അങ്ങനെ തീർക്ക്. മറ്റേ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം ആഷ്മി, ഇനിയിപ്പോൾ പേഴ്സണലായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് താങ്കളായിട്ട് ചിരിച്ച് സംസാരിക്കുകയായിരുന്നു. കാരണം ഇന്ന് ഈ കേരളം കണ്ട ഏറ്റവും വലിയ തമാശയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഈ ചർച്ച. കാരണം ഇതിനേക്കാൾ ഭീകരമായ എത്രയോ കാര്യം നടന്നിട്ടുണ്ട്. ചിലപ്പോൾ എന്തോ PR വർക്കിൻ്റെ ഭാഗമായി, മാധ്യമ സഹായത്തിൻ്റെ ഭാഗമായി സത്യം പറഞ്ഞ ഏറ്റവും മാന്യമായ അറസ്റ്റാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും മാന്യമായിട്ട് ഇവർ പറഞ്ഞ കലാപരിപാടിയൊന്നും നടത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. സ്കൂൾ കലോത്സവത്തിൻ്റെ അടുത്തുനിന്ന് മറ്റേ ടൗണിൽ വെച്ച് നടത്തി കുറേ യൂത്ത് കോൺഗ്രസ്സുകാരത്ത് അഭ്യാസം കളിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. മാന്യമായി അറസ്റ്റ് ചെയ്യേണ്ട ആളെ അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഇനിയും പ്രതികളുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യേണ്ടത് അവരെ അറസ്റ്റ് ചെയ്യും. അവർക്ക് പലർക്കും പല നിയമപരിരക്ഷയൊക്കെ ഉള്ള ആളുകളാണ്. അതിനനുസരിച്ച് പ്രിവിലേജിനൊക്കെ അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. പിന്നെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ അവതരിപ്പിച്ച് പൊലിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികൾ ഉൾപ്പെടെ. ഇനി ഒറ്റ കാര്യം കൂടി പറയേണ്ടതുണ്ട്. നിങ്ങൾ തൃശ്ശൂരെ കാര്യമൊക്കെ എടുത്തിട്ടു, ആട് കടിക്കുന്ന പോലെ എല്ലാ വിഷയവും എടുത്തിട്ടുണ്ടല്ലോ. തൃശ്ശൂരിൽ സാന്ദ്ര എന്ന് പറയുന്ന SFIയുടെ ഭാരവാഹിയായ പെൺകുട്ടി കഴിഞ്ഞ 15 ദിവസം മുമ്പാണ് റിമാൻഡിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഞങ്ങൾക്ക് പ്രത്യേക പ്രയോജനമൊന്നുമില്ല. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളും നിയമപരമായി തന്നെയാണ് അതിനെ എന്ത് ചെയ്യുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഞാൻ പറഞ്ഞുതരാം, മന്ത്രിയായിട്ടുള്ള നിയമത്തിന്റെ വഴിക്ക് പോകും. നിയമത്തിന്റെ വഴിക്ക് പോകും. അത് ടീസ്റ്റാ സദൽവാദാകട്ടെ, അത് ഈ പറയുന്ന വന്ധ്യവയോധികൻ പാതിരി, ജയിലിൽ കിടന്ന് മരിച്ചുപോയ വന്ധ്യവയോധികൻ പാതിരിയാവട്ടെ, ന്യൂസ് ക്ലിക്കിന്റെ കേസാവട്ടെ, BBC-യുടെ കേസാവട്ടെ, സിദ്ദിഖാപ്പന്റെ കേസാവട്ടെ, ഏത് കേസുമായിക്കോട്ടെ നിയമത്തിന്റെ വഴിക്ക് പോകും. ഒക്കെ ഒരു തമാശയാണ് സിയാർ, ഒക്കെ ഒരു തമാശയാണ് സിയാർ, ഒക്കെ ഒരു തമാശയാണ് സിയാർ. സജീഷോടല്ല, സജീഷ് ഇതൊക്കെ തമാശയല്ലേ, വിട്ടാളാ സജീഷ്, ഇതൊക്കെ ഒരു തമാശയല്ലേ, അങ്ങ് വിട്ടുകളാ സജീഷ്, ഇതൊക്കെ ഒരു തമാശയല്ലേ, അങ്ങ് വിട്ടുകളാ. ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് ചുരുങ്ങുന്ന മാധ്യമയിടത്തെക്കുറിച്ച്, ഇടിയുന്ന മാധ്യമ ഇൻഡെക്സിനെ കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് ഇത് തമാശയല്ല. സജീഷ് തമാശയാണെന്ന് വിട്ടുകളാ. സിയാർ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. സിയാറിന് ആശങ്കയുണ്ട് എന്നെ പോലെ. സിയാർ ഇതൊക്കെ തമാശയാണ്.
സിയാർ ഇതൊക്കെ തമാശയാണ്. കാരണം അല്ല, അത് തമാശ നമുക്ക് പറയാം. സിയാർ ഭരിക്കുന്നവർക്ക് തമാശ. സിയാർ ഒരു പരമസാധു പാതിരി കുടിക്കാൻ എന്താണ് കൈവിറക്കുമ്പോൾ കുടിക്കാൻ സ്ട്രോ ചോദിച്ചതിന് NIA കോടതിയിലേക്ക് പോയി കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടി ഒക്കെ നിയമപരമായിരുന്നു. ഒക്കെ ഒരു തമാശ സിയാർ, ഒക്കെ ഒരു തമാശ സിയാർ. കോടതി അനുവദിച്ചില്ല. അപ്പം ശരിയല്ലേ അത്? സ്ട്രോ കൊടുക്കാതിരുന്നത് ശരിയല്ലേ? രാഷ്ട്രീയ നാടകത്തെയും അല്ല സാറേ സജീഷ് സാറിന് ഇതൊക്കെ തമാശയല്ലേ? സജീഷ് വിട്ടുകളാ, സജീഷ് ഇതൊക്കെ തമാശയല്ലേ? വിട്ടുകളാ, ഒരു ചിരിയോടെ ഇരി. സജീഷ് SK സജീഷ്, താങ്കൾക്ക് ഇതൊക്കെ തമാശയല്ലേ? ഒരു ചിരിയോടെ കേട്ടോണ്ടിരി, വിട്ടുകളാ തന്നെ. താങ്കൾക്ക് തന്നെ പറയുന്നത് താങ്കൾക്ക് ഇതൊക്കെ തമാശയാണ്, വിട്ടുകളാ. തമാശ അല്ലാതെ കരുതുന്നവരുണ്ട് സാർ ഇതൊക്കെ. ശരി, സിയാർ മോഡിയെ സംബന്ധിച്ചിടത്തോളം തമാശയാണ്. അതേ തമാശയാണ് പിണറായി വിജയനുള്ളതെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എല്ലാം നിയമപ്രകാരമാണ്, സമാധാനപരമാണ്. വിനായക് സെന്നെ അറസ്റ്റ് ചെയ്ത് സമാധാനപരമായിട്ടാണ്, വിനായക് സെന്നെ ശിക്ഷിച്ചത് സമാധാനപരമായിട്ടാണ്. പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല, ഞാനത് തമാശയായിട്ട് കാണുന്നില്ല. സ്റ്റാൻ സ്വാമിയുടെ കാര്യവും കാണുന്നില്ല, കാര്യവും കാണുന്നില്ല, ഞാൻ ശ്രീകുമാറിന്റെ കാര്യവും കാണുന്നില്ല. സാർ, മോഡിക്ക് അവിടെ കേന്ദ്രത്തിന് യുക്തിയുണ്ടെന്നേ. ഇവിടെ മാധ്യമവേട്ട നടത്താൻ പിണറായി വിജയന് യുക്തി ഉള്ളതുപോലെ അവിടെയുള്ള വേട്ടയ്ക്ക് അവിടെയും യുക്തിയുണ്ട്. യുക്തികൾ തരാതരം മാറുമെന്നേ ഉള്ളൂ. അധികാരത്തിന് ഭരണകൂടത്തിന് എല്ലാ കാലവും ഒറ്റ ഭാഷയാണ്. അത് ഇടതാവട്ടെ വലതാവട്ടെ എന്തുമാകട്ടെ. എന്റെ സമയപൂർവ്വം ക്ഷമിക്കൂ. അധികാരത്തിന് എല്ലാ കാലം ഒറ്റ ഭാഷയേ ഉള്ളൂ. അത് ഇടതുപക്ഷമാണെങ്കിലും RSS ആണെങ്കിലും BJP ആണെങ്കിലും. സജീഷ്, എന്റെ ചർച്ചയുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.